അപ്പാ ഞങ്ങളെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ. കർത്താവേ, തിരുമേശ ഞങ്ങളുടെ മധ്യമുണ്ടല്ലോ. ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണം, പ്രാഗൽഭ്യത്തോടുകൂടെ പങ്കാരായി തീരുവാൻ അപ്പാ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഓ ശബലമനഹതുനാദരവൽ ദുരജാലഗദ്ഘനാദി ആലബലവൗഷീറവൽ പ്രഗത്തുനാദി. യേശു കർത്താവേ, നന്ദിയോടെ സ്തോത്രം. യേശു കർത്താവേ, നന്ദിയോടെ സ്തോത്രം. യേശു കർത്താവേ, നന്ദിയോടെ സ്തോത്രം. അറുക്കപ്പെട്ട കുഞ്ഞാടേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അറുക്കപ്പെട്ട കുഞ്ഞാടേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. പ്രാർത്ഥിക്കാം. നിത്യനായി ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധനായ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി, ഇതിൽ പ്രഭാതവേളയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ സമയം ഞങ്ങൾ ഒരുമിച്ച് കൂടി വന്ന ശേഷം അവിടെ ഇവിടങ്ങളായി ഞങ്ങളെ ഭദ്രമായി പരിപാലിച്ചു. ഞങ്ങളെ സൂക്ഷിച്ചു. നേടാമായിരുന്ന എല്ലാ അനർത്ഥങ്ങളും, അപകടങ്ങൾ, ദോഷങ്ങൾ, ഭാരങ്ങൾ എന്നൊക്കെ ഞങ്ങളെ വിടുവിച്ച് സൂക്ഷിച്ച് ആരോഗ്യത്തോടെ, ബലത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ, ഉപരിയായി പ്രത്യാശയോടെ അങ്ങയുടെ സന്നിധാനത്തിൽ കടന്നു വന്ന് അങ്ങേ ആരാധിപ്പാനും സ്തുതിപ്പാനും അങ്ങ് ഞങ്ങൾക്ക് സാവകാശം ഒരുക്കിയിരിക്കുകയാൽ സ്തോത്രം. കഴിഞ്ഞ രാത്രിവേള ഞങ്ങളെല്ലാം അത്ഭുതകരമായി സൂക്ഷിച്ചു. സുഖകരമായ വിശ്രമത്തെ ഞങ്ങൾക്ക് നൽകി. ഈ പുതിയ പ്രഭാതം കണ്ട് ഉണർന്നെഴുന്നേറ്റ് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, ഒരുമിച്ച് കൂടി വന്ന് അങ്ങേ ആരാധിപ്പാൻ അങ്ങ് ഞങ്ങൾക്ക് സാവകാശം ഒരുക്കിയിരിക്കുകയാൽ സ്തോത്രം. ഇന്ന് പകൽ സമയത്തെ വിശുദ്ധ സഭായോഗം ഏറ്റവും അനുഗ്രഹമായി തിരുടയാക്കണമേ. കർത്താവേ, ഞങ്ങൾ കടന്നു വന്ന അവിടുത്തെ നാമത്തിനും അടികളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി നന്മയായി തീരുവാനും ഇവിടെയാക്കണമേ. കർത്താവേ, ഇന്ന് പകൽവേള അലക്ഷ്യതകളോ അലസ മനോഭാവങ്ങളോ ഞങ്ങൾക്ക് ആർക്കും ഉണ്ടാകുവാൻ അനുവദിക്കല്ലേ. ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കുന്നുള്ള ഉത്തമ ബോധ്യത്തോടെ അങ്ങയുടെ സന്നിധാനത്തിലായിരുന്നു അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ഇന്ന് പകൽവേള ദൈവം ഞങ്ങൾ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള സകല നന്മകൾക്കും നന്ദി പറയുവാൻ ഞങ്ങൾ അടുത്ത് വന്നിരിക്കുന്നു. കർത്താവേ, അവിടുത്തെ കൃപ ഞങ്ങളിൽ ഓരോരുത്തരും പകരം ഞങ്ങളെ മാനിച്ചാദരിക്കണമേ. വലിയ ദൈവ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ച് അല്ലെങ്കിൽ സന്തോഷത്തോടെ മടങ്ങിപ്പോവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, കൂട്ടിവരുത്തി ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഇവിടെ ജനത്തിലെ യാത്രയെല്ലാം കൂടുതൽ സഹായിച്ചല്ലോ, അനർത്ഥങ്ങളിൽ നിന്ന് അപകടങ്ങൾ വിടുവിച്ചല്ലോ, വാഹനങ്ങളെ ദൈവം നിയന്ത്രിച്ച് പരിപാലിച്ചതിനായി സ്തോത്രം. കടന്നുവരുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട എത്ര വേഗം കൂട്ടി വരുത്തണം. വഴിമധ്യായിരിക്കുന്നവരെ സൂക്ഷിക്കണമേ, വാഹനങ്ങളെ നിയന്ത്രിക്കണമേ, അനർത്ഥങ്ങളും അപകടവും ഒക്കെ വിടുവിച്ച് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് കൂടി വന്നിരിക്കുന്ന ദൈവനാമത്തിന് മഹത്വമായി തീരുവാൻ ഇന്ന് പകൽവേള ഇടയാക്കണം. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും നിയന്ത്രണത്തിലുമായിരിക്കാൻ ദൈവം സഹായിക്കണമേ. ആത്മാവിൽ പാടുവാൻ, ആരാധിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. നല്ല സങ്കീർത്തനം ഞങ്ങൾക്ക് നൽകുന്നതിനായി സ്തോത്രം. നല്ല കർത്താവെ പ്രബോധനങ്ങൾ ഞങ്ങൾക്ക് നൽകുന്നതിനായി സ്തോത്രം. നല്ല സാക്ഷ്യങ്ങൾ ഞങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവേ, സ്തോത്രം. ഇന്ന് പകൽവേള നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹം വിടുതലുമാക്കി തീർക്കണമേ. വിവിധ നിലകളിൽ ഈ ആരാധനയിൽ കർത്താവേ ഓരോ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ടവരെല്ലാം തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. അവരെല്ലാം ദൈവം അനുഗ്രഹിച്ച് സഹായിക്കണമേ. ഹല്ലേലൂയ. ഓരോ കാര്യങ്ങളും വളരെ ഭംഗിയായി ചെയ്യാനുള്ള ദൈവകൃപ ഓരോരുത്തരുടെ മേലും പകർന്ന് ഇന്ന് പകൽവേള ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുകുട്ടി അപാലവൃത്തം പേരെയും തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ഇവിടുത്തെ വിലയേറിയ മേശ ഞങ്ങളുടെ മധ്യം ഉണ്ടല്ലോ, വളരെ പ്രാഗൽഭ്യത്തോടു കൂടുതൽ പങ്കാരായി തീർന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് പകൽവേള ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ. ദൈവമേ, ഈ മേശയിൽ ഞങ്ങൾ പങ്കുകാരായി തീർന്ന നിമിത്തം ഇത് ഞങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമേ. കുറ്റത്തിന് ശിക്ഷാവിധിക്കും കർത്താവേ ഹേതുവായി തിരുടയാകാതെ ഞങ്ങളൊരു പ്രാവശ്യം കൂടെ തിരുരക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് കർത്താവേ മേശയിൽ പങ്കുകാരായി തീർന്ന് അനുഗ്രഹിക്കപ്പെട്ട് സന്തോഷത്തോടെ വിടുതലോടെ മടങ്ങിപ്പോവാൻ ഞങ്ങളെ സഹായിക്കും. ഗാനങ്ങൾ ആലപിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾക്കായി സ്തോത്രം. ആത്മാവിൻ്റെ നിറവിൽ നിറഞ്ഞ് പാടുവാൻ കർത്താവ് സഹായിക്കണം. ചേർന്ന് പാടുവാൻ ഞങ്ങളെല്ലാം ദൈവം ബലപ്പെടുത്തും. ഇളവനെ തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. കൃപ കൊണ്ട് നിറയ്ക്കണം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്വർഗീയ പിതാവേ, ആമേൻ. നമുക്കെല്ലാവർക്കും ചേർന്ന് സ്തോത്രഗീതങ്ങൾ പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താമല്ലോ. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്ന നന്മനുവരനെ, ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. നമ്മുടെ ദൈവത്തെ പാടി ആ സ്തോത്രം ചെയ്ത് നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം.
ഗീതം പാടി പുകഴ്ത്തിടുന്നേ മാനുവേലനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. അവനെന്റെ രക്ഷകൻ, അവനെനിക്കുള്ളൂ ബലമുള്ള ഗോപുരം, ആപത്തിൽ സങ്കേതം. അവനെന്റെ രക്ഷകൻ, അവനെനിക്കുള്ളൂ ബലമുള്ള ഗോപുരം, ആപത്തിൽ സങ്കേതം. അവന്റെ ചാരിൽ ഓടിയാണ് അവർക്കാശ്വാസമനുദിനവും. അവന്റെ ചാരിൽ ഓടിയാണ് അവർക്കാശ്വാസമനുദിനവും. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മാനുവേലനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. അകൃത്യങ്ങളകറ്റിയ അശുദ്ധിയെ നീക്കി ആനന്ദ സന്തോഷമെന്നാകമേ തന്നരുളി. അകൃത്യങ്ങളകറ്റിയ അശുദ്ധിയെ നീക്കി ആനന്ദ സന്തോഷമെന്നാകമേ തന്നരുളി. ദിവ്യ തേജസ്സിനഭിഷേകത്താൽ എന്റെ ജയത്തോട് ദിവ്യ തേജസ്സിനഭിഷേകത്താൽ എന്റെ ജയത്തോട് നടത്തിയിടുന്നു. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മാനുവേലനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. അനുദിനം ഭാരങ്ങൾ അവൻ ചുമന്നിടുന്നു, അനവധി നന്മകൾ അളവന്നെ തരുന്നു. അനുദിനം ഭാരങ്ങൾ അവൻ ചുമന്നിടുന്നു, അനവധി നന്മകൾ അളവന്നെ തരുന്നു. അവനുപനിധി അവസാനത്തോടവും കാക്കുവാൻ ശക്തനല്ലോ. അവനുപനിധി അവസാനത്തോടവും കാക്കുവാൻ ശക്തനല്ലോ. പാടി പുകഴ്ത്തിടുന്നേ മാനുവേലനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. എതിരുകൾ വളരെ സാഖികളിലധികം, വഴിയതിദൂരം ബഹുവിധ തടസ്സം. എതിരുകൾ വളരെ സാഖികളിലധികം, വഴിയതിദൂരം ബഹുവിധ തടസ്സം. പരിഭ്രമിക്കുന്നില്ല യേശു എന്നഭയ. ഓ പരിഭ്രമിക്കുന്നില്ല യേശു എന്നഭയ. സ്തുതിഗീതം പാടി സുന്ദരനാം മണവാളനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. മരണത്തെ ജയിച്ചവനുയരത്തിലുണ്ട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമൊന്നുണ്ട്. മരണത്തെ ജയിച്ചവനുയരത്തിലുണ്ട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമൊന്നുണ്ട്. ആ വീട്ടിലെന്നെ ചേർത്തിടുവാൻ മണവാളൻ വന്നിടുമേ. ആ വീട്ടിലെന്നെ ചേർത്തിടുവാൻ മണവാളൻ വന്നിടുമേ. സ്തുതിഗീതം പാടി Glory to God, Jesus. Hallelujah, hallelujah. സുന്ദരനാം മണവാളനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. അനുദിനം ഭാരങ്ങൾ അവൻ ചുമന്നിടുന്നു, അനവധി നന്മകൾ അളവന്നെ തരുന്നു.
അനവധിത പകലളവിഞ്ഞ് തരുന്നു. അവനുപനിധി അവസാനത്തോളവും കാക്കുവാൻ ശക്തനല്ലോ. അവനുപനിധി അവസാനത്തോളവും കാക്കുവാൻ ശക്തനല്ലോ. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്ന അനുവേലനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. എതിരുകൾ വളരെ സഖികളിലധികം വഴിയതി ദൂരം ബഹുവിധ തടസ്സം. എതിരുകൾ വളരെ സഖികളിലധികം വഴിയതി ദൂരം ബഹുവിധ തടസ്സം. പരിഭ്രമിക്കുന്നില്ല അവനേശു പരിഭ്രമിക്കുന്നില്ല. സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. മരണത്തെ ജയിച്ചവൻ ഉയരത്തിലുണ്ട്. അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. ഓ മരണത്തെ ജയിച്ചവൻ ഉയരത്തിലുണ്ട്. അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. ശക്തിയോടെ കരങ്ങളടിച്ച് അത് ശബ്ദം ഉയർത്തി പാടി ദൈവത്തെ ആരാധിക്കട്ടെ. Glory to God, Jesus. Amen, amen. സുന്ദരനാം മണവാളനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം സ്തുതിച്ചു വാഴ്ത്തും മണവാളനെ. Glory to God, Jesus. Hallelujah, hallelujah. യേശുവിനെ രക്തത്താൽ ജയം. Hallelujah. Hallelujah, hallelujah. Glory to God, glory to God, glory to God. Hallelujah, hallelujah, hallelujah. നമുക്ക് ഒരുമിച്ച് നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സമർപ്പിച്ച ഒരു നിമിഷം കൂടെ നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നാം ഒരുമിച്ച് കടന്നു വന്നിരിക്കുകയാണ്. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥന
ദൈവം കേട്ട് ഇന്ന് പകൽവേള ദൈവത്തിന്റെ കൃപ നമ്മിൽ ഓരോരുത്തരിലും പകർന്ന് നമ്മെ അനുഗ്രഹിക്കേണ്ടതിനായി ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുന്നതാണ് ദൈവത്തോടുള്ള നന്ദി കരയേറ്റുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി തുറന്നുള്ള ശുശ്രൂഷകളെ ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന്, വലിയ ആത്മപകർച്ച നമ്മുടെ മധ്യം ഉണ്ടാക്കേണ്ടതിനായി, വലിയ ദൈവിക വിടുതൽ വെളിപ്പെടേണ്ടതിനായി നമ്മെ തന്നെ സമർപ്പിച്ച് നാം ഒരുമിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സഹോദരന്മാരിൽ ഒരാൾക്ക് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാമല്ലോ. നിങ്ങളെ അളവില്ലാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വീണ്ടും അപ്പച്ചൻ്റെ പാദപീഠത്തിലേക്ക് അടിയങ്ങൾ കടന്നു വരുന്നു. ഒരാഴ്ചക്കാലത്തിന് ശേഷം വീണ്ടും കർത്താവെ സഭാരാധനയായി നിങ്ങൾക്ക് കൂടി വരുവാൻ ദൈവം ഒരിക്കൽ നല്ല സാവകാശം നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ന്യായത്തെ കേൾക്കണമേ, എൻ്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ, കപടമില്ലാത്ത അതരങ്ങളും തന്നെ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ചെവിക്കൊള്ളണമേ. ഞാനോ നീതി നിൻ്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിൻ്റെ രൂപം കണ്ട് തൃപ്തനാവും എന്നുള്ള ദൈവത്തിൻ്റെ വചനപ്രകാരം കർത്താവേ, ഇന്ന് പകൽ കർത്താവേ, ഞങ്ങൾ ഹാലലുയ്യ, ഞങ്ങൾ കടന്നു വന്ന ദൈവസന്നിധി കർത്താവേ, ഹാലലുയ്യ, സന്തോഷത്തോടെ കർത്താവേ, ഹാലലുയ്യ, സമാധാനത്തോടെ കർത്താവെ ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ തൊക്കണം ദൈവം സഹായിക്കണമേ. ഞങ്ങളെ ആയിരിക്കുന്ന കർത്താവെ ഒരാഴ്ചക്കാലം ഞങ്ങൾ യാത്ര ചെയ്തപ്പോൾ ഞങ്ങളെ സൂക്ഷിച്ചു, ഞങ്ങളെ പരിപാലിച്ചു. ദൈവസന്നിധി കടന്നു വന്ന് ഞങ്ങൾ നടത്തിയ ദൈവത്തിന് നന്ദി കരയേറ്റുവാൻ, ദൈവത്തിൻ്റെ ഹാലലുയ കരുതലിനെ പറ്റി പറയുവാൻ ദൈവം ഒരുങ്ങുന്ന കർത്താവിൻ്റെ ദയക്കും കരുണയ്ക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളുടെ ബുദ്ധിയുള്ള ആരാധനയും നിങ്ങളുടെ ശരീരങ്ങളുടെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുകയും ഈ ലോകത്തിൻ്റെ അനുരൂപാത നന്മയും പ്രസാദവും പൂർണ്ണത ദൈവം തിരിച്ചറിഞ്ഞ് ധനസുഖി രൂപാന്തരപ്പെടുവാൻ ദൈവമേ, ഈ നാളെ ഞങ്ങളുടെ രൂപാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി തീരുവാൻ തക്കണം ദൈവം ഞങ്ങളെ കർത്താവ് ഒരുക്കുന്ന ദയക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നടക്കുന്ന ഹാലലുയ ആരാധന അനുഗ്രഹമാക്കി തീർക്കണമേ. പാട്ടുകൾ, പ്രബോധനങ്ങൾ, സങ്കീർത്തനങ്ങൾ, ദൈവവചന ശുശ്രൂഷ ഇതെല്ലാം അനുഗ്രഹമാക്കി തീർക്കണമേ ദൈവമേ. ദൈവസന്നിധി ഞങ്ങളായിരിക്കുമ്പോൾ ദൈവമേ, ഞങ്ങളുടെ കഴിഞ്ഞ നാളുകളിൽ ഹാലലുയ ഞങ്ങളെ നടത്തിയ ദൈവത്തെ ഓർക്കുവാൻ ദൈവമേ, ഞങ്ങൾ ഹാലലുയ എത്രയോ കർത്താവെ അനർത്ഥങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നു, എന്നാൽ ഞങ്ങളെ ഇന്ന് ക്ഷേമത്തോടെ കൂട്ടി വരുത്തിയല്ലോ. എൻ്റെ ദൈവം വലിയവൻ, എൻ്റെ ദൈവം വിശ്വസൻ, എൻ്റെ ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി തീരുവാൻ, ഞങ്ങളുടെ ആരാധന ദൈവത്തിന് പ്രസാദമായി തീരുവാൻ കർത്താവെ ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ദൈവദാസന്മാരെ ബലപ്പെടുത്തണമേ. പ്രത്യേകിച്ച് ദാസൻ കർത്താവെ ഹാലലുയ കർത്താവെ വചനം സൂക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് ഹാലലുയ അതൊരു അനുഗ്രഹമായി തീരുവാൻ, പ്രിയദാസനിൽ കൂടെ കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം പ്രാപിപ്പാൻ തൊക്കണം ദൈവം സഹായിക്കണേ. കർത്താവിൻ്റെ മേശയിൽ പങ്കുകൊള്ളുവാൻ പ്രാഗൽഭ്യത്തോടെ വിശുദ്ധിയോടെ കഴിപ്പാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണേ. സകല മഹത്വൻ്റെ അപ്പച്ചനായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. നമുക്കെല്ലാവർക്കും കൂടെ എഴുന്നേറ്റ് നിന്ന് 138 സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താമല്ലോ. 138 സങ്കീർത്തനം. Psalm number 138. 138 സങ്കീർത്തനം. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും, ദേവന്മാരുടെ മുമ്പാകെ ഞാൻ നിന്നെ കീർത്തിക്കും. ഞാൻ നിന്റെ നോക്കി നമസ്കരിച്ച് നിന്റെ ദയയും വിശ്വസ നിമിത്തം തിരുനാമത്തിന് സ്തോത്രം ചെയ്യും. നിന്റെ നാമത്തിന് മീതൊക്കെയും നീ നിന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി, എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. യഹോവേ, ഭൂമിയിലെ സകല രാജാക്കന്മാരും നിന്റെ വായൻ വചനങ്ങളെ കേട്ടിട്ട് നിനക്ക് സ്തോത്രം ചെയ്യും. അതേ, അവർ യഹോവയുടെ വഴികളെ കുറിച്ച് പാടും. യഹോവയുടെ മഹത്വം വലിയതാകുന്നുവല്ലോ. യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു, ഗർവ്വിയായോ അവൻ. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടും, നിന്റെ വലം കൈ എന്നെ രക്ഷിക്കും. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. യഹോവേ, നിന്റെ എന്നേക്കുമുള്ളത് തൃക്കൈകളുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കരുതേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും, ദേവന്മാരുടെ മുമ്പാകെ ഞാൻ നിന്നെ കീർത്തിക്കും.
പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ ഇന്ന് പകൽ വേള നാം ഒരുമിച്ച് ദൈവസന്നിധാനത്തിൽ കടന്നു വന്നിരിക്കുന്നു. നമ്മുടെ ആരാധന ദൈവത്തിന് സുഗ്രാഹ്യമായി തീരുവാൻ, ദൈവം സ്വീകരിക്കുന്നതായി തീരുവാൻ, നമ്മുടെ പാട്ട്, നമ്മുടെ പ്രാർത്ഥന, നാം കഴിക്കുന്ന അപേക്ഷകളൊക്കെ ഇന്ന് പകൽവേള നമ്മുടെ ദൈവത്തിന് ഹിതകരമായി തീരുവാൻ യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കും. ഗർഭിയായോ അവൻ ദൂരത്ത് നിന്ന് അറിയുന്നു. സ്തോത്രം. ഉന്നതനായ ദൈവത്തിന്റെ സന്നിധിയിൽ നാം അടുത്ത് വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. താഴ്മയുള്ളവരായി, വിനയമുള്ളവരായി ഇന്ന് പകൽവേള ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ നമുക്കിടയായി തീരട്ടെ. സ്തോത്രം. ദൈവം ചെയ്ത സകല നന്മകൾക്കും ഉപകാരങ്ങൾക്കും നന്ദി പറയുവാൻ നാം ഒരുമിച്ചായിരിക്കുമ്പോൾ ഇന്ന് പകൽവേള നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ഒരുമിച്ച് വീണ്ടും പാടി നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പോവുകയാണ്. സ്തോത്രം. ദൈവത്തെ ആരാധിക്കുന്നത് ദൈവത്തിന് അർപ്പിക്കുന്ന യാഗമാണ്. സ്തോത്രം. ഇന്ന് പകൽവേള നാം പാടുന്ന പാട്ടുകൾ, ഹല്ലേലൂയ, നാം ആരാധിക്കുന്ന ആരാധന നമ്മുടെ ദൈവത്തിന് അത് പ്രസാദകരമായി തീരണം. നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. നാം ഒരുമിച്ചായിരിക്കുമ്പോൾ ഒരു പാട്ട് കൂടെ പാടി നമ്മുടെ കർത്താവിനെ നമ്മ മഹത്വപ്പെടുത്തുവാൻ പോവുകയാണ്. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം തൻ കരങ്ങളെല്ലാം. നമ്മുടെ ഭാവി എല്ലാം ദൈവത്തിന്റെ കരങ്ങളാണ്. അവരോട് ഭയമില്ലാതെ എന്ന പകൽവേള ദൈവത്തെ നമുക്ക് ഒരുമിച്ച് പ്രത്യാശയോടെ പാടി നമുക്ക് ആരാധിക്കാം. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളില. നിരാശ ഇനി എന്നെ തൊടുകയില്ല, പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളില. നിരാശ ഇനി എന്നെ തൊടുകയില്ല, പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. യാഹേ അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയാ. യാഹേ അങ്ങെന്റെ സങ്കേതം, തലമുറ തലമുറയാ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേൽ
ഭയവുമില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ ഒരു പാട്ട് കൂടെ പാടി നാം ദൈവത്തെ ആരാധിക്കാൻ പോകുകയാണ്. എല്ലാവരും നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ പാടി ആരാധിപ്പാനിടയാകട്ടെ. നന്ദിയാൽ സ്തുതി പാടാം, എൻ യേശുവിനെ ഉള്ളത്തിൽ എന്നും പാടാം. നമുക്കൊരുമിച്ച് പാടി കർത്താവിനെ ആരാധിക്കാം. സ്തുതി പാടാം, എൻ യേശുവിനെ ഉള്ളത്തിലെന്നും പാടാം. നന്ദിയ സ്തുതി പാടാം, എൻ യേശുവിനെ ഉള്ളത്തിലെന്നും പാടാം. നല്ലവൻ വല്ലവൻ എൻ യേശു നല്ലവൻ, എന്നും എന്നും മതിയായവൻ. നല്ലവൻ വല്ലവൻ എൻ യേശു നല്ലവൻ, എന്നും എന്നും മതിയായവൻ. സ്തുതി പാടാം, എൻ യേശുവിനെ ഉള്ളത്തിലെന്നും പാടാം. ഓ നന്ദിയ സ്തുതി പാടാം, എൻ യേശുവിനെ ഉള്ളത്തിലെന്നും പാടാം. ചെങ്കടൽ സമമായ ശോധന വന്നാൽ ദൂതന്മാർ മുന്നിൽ പോകുന്നു. ചെങ്കടൽ സമമായ ശോധന വന്നാൽ ദൂതന്മാർ മുന്നിൽ പോകുന്നു. വിശ്വാസത്തോടെ സ്തുതി പാടാം, എൻ യേശുവിനെ ഉള്ളത്തിലെന്നും പാടാം. ഓ നന്ദിയ സ്തുതി പാടാം, എൻ യേശുവിനെ ഉള്ളത്തിലെന്നും പാടാം. യെരിഹോ മതിലും മുൻപിൽ വന്നാലും യേശു നിന്റെ മുൻപിൽ പോകുന്നു. യെരിഹോ മതിലും മുൻപിൽ വന്നാലും യേശു നിന്റെ മുൻപിൽ പോകുന്നു. കലങ്ങിടാതെ പതറിടാതെ സ്തുതികളെ തകർന്നു വീഴും. കലങ്ങിടാതെ പതറിടാതെ സ്തുതികളെ തകർന്നു വീഴും. അവൻ നന്ദിയ സ്തുതി പാടാം, എൻ യേശുവിനെ ഉള്ളത്തിലെന്നും പാടാം. ഓ നന്ദിയ സ്തുതി Yes, പാടാം, നന്ദിയോടെ എൻ പാടട്ടെ. യേശുവിനെ ഉള്ളത്തിലെന്നും പാടാം. ദേഹം ദേഹി ആത്മാവും തളർന്നിടും വേളകളിൽ, ദേഹം ദേഹി ആത്മാവും തളർന്നിടും വേളകളിൽ സ്തുതിഗീതങ്ങൾ പാടിടുമ്പോൾ കർത്താവ് ബലം
നല്ലവൻ ഇന്നുമെന്നും മതിയായവൻ നല്ലവൻ വല്ലവൻ എന്റെ യേശു നല്ലവൻ എന്നുമെന്നും മതിയായവൻ സ്തുതി പാടാം എന്റെ യേശുവിനെ ഉള്ളതിലെന്നും പാടാം സ്തുതി പാടാം എന്റെ യേശുവിനെ ഉള്ളതിലെന്നും പാടാം സ്തുതി പാടാം എന്റെ യേശുവിനെ ഉള്ളതിലെന്നും പാടാം സ്തുതി പാടാം. Yes, hallelujah. Glory to God, Jesus. ശക്തിയോടെ ശക്തിയോടെ ആത്മാവിനെ ദൈവത്തെ പാടി ആരാധിക്കണം. Yes. Hallelujah. ശബ്ദമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. Hallelujah, hallelujah. മതിലുകൾ മുന്നിൽ നിൽക്കുമോ വിശ്വാസത്തോടെ 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 ശബ്ദമുയർത്തോ ദൈവകൃപയോ ഹല്ലേലൂയ ഹല്ലേലൂയ അവരുടെ മേൽ ജയം പ്രാപിപ്പോ Hallelujah. വിശ്വാസത്തോടെ അവരുടെ മേൽ ജയം പ്രാപിപ്പോ യേശുവിന്റെ അധികാരമുള്ള നാമം മകവേള മുന്നോട്ടുള്ള യാത്രയെ തടയുന്ന അന്ധകാര ശക്തികളുടെ ചക്രത്തിന് സമാനമായ സാധനങ്ങൾ പ്രതിസന്ധികളുടെ മേൽ യേശുവിന്റെ നാമം ഇത് മകളെ ജയം കൽപ്പിക്കുകയോ ശക്തിയോടെ ആരാധിക്കട്ടെ പരിശുദ്ധാത്മധനോടെ ആത്മാവിന്റെ ശക്തിയോടെ ആരാധിച്ചു ദൈവത്തിന് മഹത്വപ്പെടുത്തട്ടെ Thank you, Lord Jesus. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ സന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ സമർപ്പിക്കും.
ഞങ്ങൾക്കൊരുമിച്ച് പാടുവാൻ, അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകി. ഗാനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ ബലപ്പെടുത്തി. കർത്താവേ, നല്ല സംഗീതം ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. അതിൽ കൂടെ ഞങ്ങളോട് ഇടപെടണം. ഇന്ന് പകൽ വിളങ്ങുന്ന സന്നിധാനത്ത് ഞങ്ങൾ കടന്നു വന്നത് ഞങ്ങളുടെ ഓരോരുത്തരും ജീവിത വിടുതലായി തീരുവാൻ, ദൈവനാമത്തിന് മഹത്വമായി തീരുവാൻ കർത്താവ് സഹായിക്കും. സമസ്തം തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, എളിയവരെ സമർപ്പിക്കുന്നു, ബലപ്പെടുത്തും. യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്വർഗ്ഗീയ പിതാവേ. എല്ലാവർക്കും അതാ സ്ഥാനത്തിരിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി ശക്തം ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമം അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിൽ മുഖത്തപ്പെടുമാറാകട്ടെ. ഈ പകൽവേള ദൈവപാദപീഠത്തിൽ സഭയായി നമുക്ക് ഒരുമിച്ച് കൂടി വന്ന് നമ്മുടെ കർത്താവാൻ ദൈവത്തെ സ്തുതിപ്പാൻ, മുഖത്തപ്പെടുത്തുവാൻ, ആരാധിപ്പാൻ ദൈവം നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കി തന്നു. നമുക്ക് ആരോഗ്യം വർദ്ധിപ്പിച്ച് നൽകി. ഇന്ന് പകൽവേള ക്ഷേമത്തോടെ കടന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്ത് ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യും. കൂടി വന്നിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും, വിശേഷിയാൽ ദൈവസഭയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വം നൽകുന്ന സഭാ കൗൺസിൽ, അതിൽ ചുമതലകൾ വഹിക്കുന്ന പ്രിയപ്പെട്ടവർ, സഭയുടെ എൽഡേഴ്സായിരിക്കുന്ന എല്ലാ ബഹുമാന്യരായ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കും. ഒരു ദിവസം കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകി. ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മെ കൂട്ടിവരുത്തിയല്ലോ. ഇന്ന് പകൽവേള നാം കൂടി വന്നത് ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമായി തീരുവാൻ. നാം വന്നതിൽ കൂടെ ദൈവത്തിൻ്റെ നാമം ഉയർത്തപ്പെടുവാൻ, നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് വളരെ പ്രാർത്ഥനാപൂർവം ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാം. അലക്ഷ്യതയോ ഏകാഗ്രത നഷ്ടപ്പെടുത്തിയോ ആരും ദൈവത്തിലായിരിക്കരുത്. പ്രാർത്ഥിക്കുന്ന സന്ദർഭങ്ങളിൽ ഞാൻ നിങ്ങളെയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏകാഗ്രതയോടെ, ദൈവഭയത്തോടെ ദൈവസന്നിധിയിലായിരിക്കേണ്ടയാകണം. ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ഭാരങ്ങളൊക്കെ മാറാണ്. ഏതോ വലിയ ഭാരവുമായിട്ട് ദൈവസന്നിധിയിൽ നാം കടന്നു വരും. പലരെയും നോക്കുമ്പോൾ ഏതോ വലിയ ഭാരം തലയിൽ പിടിച്ചു വെച്ച് എങ്ങനെങ്കിലും ഇറക്കി വെച്ചിട്ട് പോയാൽ മതി എന്നുള്ള ചിന്തയോടെ വിട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ അതിനൊക്കെ പരിഹാരമുണ്ട്. നമ്മുടെ ദൈവത്തെ കൊണ്ട് അസാധ്യമായതൊന്നുമില്ലെന്ന് വിശ്വസിക്കണം. നമ്മുടെ ദൈവത്തെ കൊണ്ട് കഴിയാത്തതായിട്ടൊന്നുമില്ല. നമുക്ക് വേണ്ടി വൻകാര്യങ്ങളെ പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഭാരങ്ങളെ ഇറക്കി വയ്ക്കാനാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവാൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇന്ന് ദൈവസന്നിധാനത്തിൽ നമ്മുടെ എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ച് നാം ഫ്രീ ആയിട്ടിരിക്കണം. മടങ്ങിപ്പോകുമ്പോൾ ദൈവിക വിടുതൽ അനുഭവിച്ച് മടങ്ങിപ്പോകണം. ഇന്ന് അതിനുള്ള കൃപ നമ്മുടെ മേൽ പകരട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നു. 138 സങ്കീർത്തനമാണ് നമ്മുടെ ധ്യാനത്തിനായിട്ട്, നമ്മുടെ ചിന്തയ്ക്കായി നാം വായിച്ച് വാക്യപ്രതി വാക്യമായി പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവം
കരുണ കാണിക്കേണ്ടതിനായി, മനസ്സിലേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമായിട്ട് ഈ സങ്കീർത്തനത്തെ നമുക്ക് കാണുവാൻ കഴിയും. ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ തനിക്ക് മറുപടി ലഭിച്ചു എന്ന് നമുക്ക് ഈ സങ്കീർത്തനം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയും. നമ്മുടെ ഏത് പ്രശ്നത്തിനും പരിഹാരം വരുത്താൻ നമ്മുടെ ദൈവത്തെ കൊണ്ട് കഴിയുമെന്നുള്ളത് ദാവീദ് തൻ്റെ അനുഭവത്തോട് ചേർന്ന് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുക. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരളി, എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. എനിക്ക് ഉത്തരമരളി, വിളിച്ചപേക്ഷിച്ച നാളിൽ തന്നെ. നമ്മുടെ പ്രാർത്ഥിക്കുന്ന നിമിഷത്തിൽ തന്നെ മറുപടി ലഭിക്കുന്ന വിഷയങ്ങളുണ്ട്. അല്പം വൈകി മറുപടി ലഭിക്കുന്നതുമുണ്ട്. ഇവിടെ ദാവീദ് പറയുന്നത്, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരം അരുളി, എൻ്റെ ഉള്ളിൽ നീ ബലം നൽകി എന്ത് ചെയ്തിരിക്കുന്നു? എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. ഇനി ഏത് പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുവാൻ, അതിജീവിപ്പാൻ എനിക്ക് കഴിയുമെന്നുള്ള ഉറപ്പ് ദാവീദ് പ്രാപിക്കുക. അത് നമ്മുടെ ധൈര്യത്തിനായിട്ട് ദാവീദ് ഇവിടെ പ്രസ്താവിക്കുക. എനിക്ക് വേണ്ടി ഉത്തരമുള്ള ദൈവത്തിന് നിങ്ങളുടെയും പ്രശ്നങ്ങൾക്ക്, നിങ്ങളുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം തരുവാൻ കഴിയുമെന്നുള്ളത് ഉറപ്പിച്ച് ദാവീദ് പറയുക. ആ ദാവീദ് തുടങ്ങുന്ന ഇങ്ങനെയാണ് സങ്കീർത്തനത്തിൽ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും, ദേവന്മാരുടെ മുമ്പാകെ ഞാൻ നിന്നെ കീർത്തിക്കും. പൂർണ്ണ ഹൃദയത്തോടെ. ദൈവസന്നിധാനത്തിൽ നാം കടന്നു വന്നിരിക്കുന്നത് എങ്ങനെയാ? പൂർണ്ണ മനസ്സോടെയാണോ? അതോ നമ്മുടെ മനസ്സ് പകുതി മറ്റെന്തെങ്കിലും, പകുതി ദൈവത്തിൻ്റെ സന്നിധിയിലുമാണോ? പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ നിനക്ക്, ആർക്കെങ്കിലും വേണ്ടി നാം ദൈവത്തെ സ്തുതിക്കുന്നവരല്ല. ശുശ്രൂഷകന്മാർ പറയുമ്പോൾ സ്തോത്രം ചെയ്യുന്നവരായിട്ട് മാത്രമല്ല ദൈവമക്കൾ ഇരിക്കേണ്ടത്. ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങൾ ഓരോന്നും എണ്ണി എണ്ണി നോക്കിയാൽ അവയെല്ലാം ഓർത്ത് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ നമുക്ക് വകയുണ്ട്. സ്തോത്രം. എത്ര നന്മകളാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയത്. നാം പ്രതീക്ഷിക്കുന്നതിനപ്പുറമായി നന്മകൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയില്ലേ? നാം ചോദിച്ചതിനേക്കാൾ അപ്പുറമായി ദൈവം നമുക്ക് നൽകിയില്ലേ? ദൈവസന്നിധാനം നാം നിരൂപിച്ചതിനേക്കാൾ, ആഗ്രഹിച്ചതിനേക്കാൾ അപ്പുറമായി ദൈവം നമുക്ക് നൽകിയില്ലേ? പിന്നെ എന്തുകൊണ്ട് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തുകൂടാ? പരപ്രേരണ കൂടെ സ്തോത്രം ചെയ്യുന്നത്, ഹല്ലേലൂയ, സ്തോത്രം എത്രമാത്രം അത് നല്ലതാണെന്ന് എനിക്കറിയില്ല. പക്ഷേ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താൽ ദൈവത്തിന് പ്രസാദകരമായി തീരും. സ്തോത്രം. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും, ദേവന്മാരുടെ മുൻപാകെ ഞാൻ നിന്നെ കീർത്തിക്കും. ദേവന്മാരുടെ മുമ്പാകെ, ഇവിടെ ദേവന്മാരെന്ന് പറയുമ്പോൾ ഉന്നതന്മാരുടെ മുമ്പാകെ, വലിയവരുടെ മുമ്പാകെ, ഒന്നുകൂടെ പറഞ്ഞാൽ വലിയവരെന്നോ ചെറിയവരെന്നോ വ്യത്യാസമില്ലാതെ ഞാൻ എന്ത് ചെയ്യും? എവിടെയായിരുന്നാലും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ആരാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് നമുക്കൊരു വിഷയമേ അല്ല. ദൈവം ചെയ്ത നന്മകൾ ഓർക്കുമ്പോൾ സ്ഥലകാലം മറന്ന് നാം ദൈവത്തെ സ്തുതിക്കും, ദൈവത്തെ ആരാധിക്കും. കാരണം നമ്മളെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, നമുക്ക് വേണ്ടി ഒരു വാക്ക് പറയുവാൻ ആരും ഉണ്ടായിരുന്നില്ല. ആ സ്ഥാനത്ത് നാം ആവശ്യപ്പെടാതെ തന്നെ നമ്മുടെ വിഷയങ്ങളുടെ മേൽ നമുക്ക് വേണ്ടി വെളിപ്പെട്ട് വരികയും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുകയും ചെയ്തത് ഓർക്കുമ്പോൾ സ്തോത്രം, സ്ഥലം എവിടെയാണെന്നോ അല്ല ഏതാണ് കാലമെന്നോ ആരുടെ മുൻപിലാണ് നിൽക്കുന്നതെന്നോ ചിന്തിക്കാതെ അല്ല ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുവാനിടയായിത്തീരും. തന്നോട്ട് വായിച്ചു വരുമ്പോൾ
ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ തന്നെ നീ എനിക്ക് ഉത്തരം വരളി. അപ്പോൾ ദൈവം നമുക്ക് എന്ത് ചെയ്യും? വിളിച്ചപേക്ഷിക്കുന്ന നാളിൽ തന്നെ ഉത്തരം വരളും. നമുക്കറിയാമല്ലോ, ദാനിയേലിന്റെ പ്രവചനത്തിൽ ദാനിയേൽ ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിച്ചു. പക്ഷെ പ്രാർത്ഥനയ്ക്ക് മറുപടി തൻ്റെ അടുക്കൽ വന്നത് 21 ദിവസം കഴിഞ്ഞു. അവിടെ എങ്ങനെ എഴുതിയത്? ദൈവസന്നിധാനത്തിൽ തന്നെ തന്നെ താഴ്ത്തേണ്ടതിന് മനസ്സ് വെച്ച സമയം തന്നെ ദൈവം സ്വർഗത്തിൽ നിന്ന് മറുപടി അയച്ചു. പക്ഷേ മറുപടി തൻ്റെ അടുക്കൽ എത്താൻ അല്പം വൈകി എന്നുള്ളത് സത്യമാണ്. അതിനെ തടഞ്ഞു നിർത്തിയ ദേശാധിപ ശക്തി ഉണ്ടായിരുന്നു, പാർസി രാജ്യത്തിൻ്റെ പ്രഭു ഉണ്ടായിരുന്നു. പക്ഷെ അവൻ തടഞ്ഞു നിർത്തിയത് കൊണ്ട് മറുപടി തൻ്റെ അടുക്കൽ വരാതിരുന്നില്ല. സ്തോത്രം. ദാനിയേലിന്റെ ദൈവസന്നിധാനത്തിലെ തീരുമാനവും പ്രതിഷ്ഠയും തൻ്റെ പ്രാർത്ഥനയും ദൈവസന്നിധിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നിരന്തരമായുള്ള തൻ്റെ വിഷയത്തിന്മേലുള്ള പ്രാർത്ഥന ദൈവസന്നിധാനത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ദൈവത്തെ ഇടപെടാതിരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയുള്ള ദൈവമക്കളെ, നമ്മുടെ വിഷയത്തിന്മേൽ ദൈവത്തെ ഇടപെടാതിരിക്കാൻ കഴിയത്തില്ല. നമ്മുടെ വിഷയങ്ങളുമേൽ ഇടപെടാത്തവനല്ല നമ്മുടെ ദൈവം. അത് അല്പം വൈകിയാലും നമുക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവശക്തിയുണ്ട്. നമുക്ക് വേണ്ടി ഇടപെടുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ വ്യാപാരമുണ്ട്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവ കൃപയുണ്ട്. ഹല്ലേലൂയ. ദിവസങ്ങൾ അത് അനുഭവിച്ച ദൈവമക്കൾ അറിയണം. പാർസി രാജ്യത്തിന്റെ പ്രഭു തന്റെ പ്രാർത്ഥനയെ തടഞ്ഞു വെച്ചു എന്നുള്ളത് കൊണ്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതിരുന്നില്ല. അല്പം വൈകിയെങ്കിലും തന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. അതുപോലെ ദൈവമക്കളെ, ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ നമുക്ക് മറുപടി ലഭിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാകാം. അത് തെറ്റല്ല. എന്നാൽ പലപ്പോഴും ചില വിഷയങ്ങളുടെ മേൽ പ്രാർത്ഥനയ്ക്ക് മറുപടി വൈകാറുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടില്ലെന്നല്ല, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ചെവി അടച്ചു കളഞ്ഞെന്നല്ല. സ്തോത്രം. ദൈവം തൻ്റെ പ്രവൃത്തി തക്ക സമയത്ത് തന്നെ വെളിപ്പെടുത്തും. ദാനിയേലിന്റെ പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. സ്തോത്രം. ഞാൻ മടങ്ങി വരട്ടെ. അപ്പോൾ ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ തന്നെ നീ എനിക്ക് ഉത്തരമരുളി. എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്ത് ചെയ്തു? എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണെന്നുള്ള ആ ഉറപ്പാണ് പിന്നെയും പിന്നെ ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചു മറുപടി കിട്ടിയില്ല, അല്ലെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയേ കിട്ടിയില്ല, ഒരിക്കലും പ്രാർത്ഥന കേട്ടില്ല. സ്തോത്രം. അങ്ങനൊരു അവസ്ഥ വന്നാൽ നമ്മൾ പിന്നെ പ്രാർത്ഥിക്കാൻ തയ്യാറാകില്ല. ആ പ്രാർത്ഥനയുടെ പ്രയോജനമില്ലെന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയും. പക്ഷേ നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത, സ്തോത്രം, നമ്മുടെ പ്രാർത്ഥന കേട്ടു എന്നുള്ളത് ദൈവത്തോട് പിന്നെയും പ്രാർത്ഥിപ്പാൻ നമ്മളെ ധൈര്യപ്പെടുത്തുന്നവർ. താഴോട്ട് വായിച്ചു വരുമ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല. അതെ, അവർ യഹോവയുടെ വഴികളെക്കുറിച്ച് പാടും. ആരാ? ഭൂമിയിലെ സകല രാജാക്കന്മാരും നിന്റെ വായിൻ വചനങ്ങളെ കേട്ടിട്ട് നിനക്ക് സ്തോത്രം ചെയ്യും. അതെ, അവർ യഹോവയുടെ വഴികളെക്കുറിച്ച് പാടും. യഹോവയുടെ മഹത്വം എന്തുകൊണ്ടവർ പാടുന്നത്? ദൈവത്തിന് മഹത്വം വലുത്. അവരെക്കാൾ വലിയവനാണ് നമ്മുടെ ദൈവം. ഭൂമിയിലെ സകല രാജാക്കന്മാരെക്കാൾ, സകല നേതാക്കന്മാരെക്കാൾ, സകല വലിയവരെക്കാൾ ഏറ്റവും വലിയവനാണ് നമ്മുടെ ദൈവം. സ്തോത്രം. അടുത്ത വാക്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. യഹോവ ഉന്നതനെങ്കിലും രാജാക്കന്മാർ അവരെക്കാൾ വലിയവനാണ് ദൈവം. രാജാക്കന്മാരെക്കാൾ വലിയവനാണ്, രാജാവാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം അത്യുന്നതനായ ദൈവമാണെങ്കിലും, നമ്മുടെ ദൈവം ഉന്നതനായ ദൈവമാണെങ്കിലും താഴ്മയുള്ളവരെ അവ എന്ത് ചെയ്യുന്നു? കടാക്ഷിക്കുന്ന ദൈവമാ. താഴ്മയുള്ളവരോട് കരുണ കാണിക്കുന്ന ദൈവമാ. അവരുടെ വിഷയത്തിന്മേൽ ഇടപെടുന്നവനാ നമ്മുടെ ദൈവം. സ്തോത്രം. പക്ഷേ അപ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടെ ചെയ്ത്, ഗർവിയെയോ ഗർവിയെ ദൂരത്ത് നിന്ന് അറിയുന്നവൻ നമ്മുടെ ദൈവം. സ്തോത്രം. ഞാൻ വിശദീകരിക്കണ്ടല്ലോ. സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു, ഇങ്ങനെ വായിക്കുന്നു, സാഹസക്കാരനെ ദൈവത്തിൻ്റെ ഉള്ളം വെറുക്കുന്നു എന്നാ, അഹങ്കാരികളെ ദൈവം വെറുക്കുന്നു എന്നാ. സ്തോത്രം. ദൈവം അത്യുന്നതനായ ദൈവമാണെങ്കിലും താഴ്മയുള്ളവരോട് കടാക്ഷം വെളിപ്പെടുത്തുമ്പോൾ തന്നെ അഹങ്കാരികളോട്, ഗർവികളോട് ദൈവം എന്ത് ചെയ്യുന്നു? അവൻ അവരുടെ അകലം പാലിക്കും, ദൂരത്തുനിന്ന് അവരെ അറിയുക. അടുത്ത വാക്യങ്ങൾ
ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും. യെസ്, എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഞാൻ കഷ്ടതയുടെ നടുവിൽ കൂടെ നടന്നാലും. ഇന്ന് ഇവിടെ കടന്നു വന്ന് വളരെ ചിന്താകുലത്തോടെ, സ്തോത്രം, വളരെ വ്യാകുലതയോടെ, ചിന്താഭാരങ്ങളോടുകൂടെ എന്തായി തീരുമെന്ന് ചിന്തിച്ച് വ്യാകുലപ്പെട്ട് കലങ്ങിപ്പോകുന്ന അനുഭവത്തിൽ ഇന്ന് പകൽവേള, സ്തോത്രം, വളരെ ശക്തമായി ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. ഏതാ? ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും. ദാവീദ് തൻ്റെ അനുഭവം പറയാം. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും, കഷ്ടങ്ങളിൽ കൂടെ കടക്കേണ്ടി വന്നാലും, പ്രതിസന്ധികളിൽ കൂടെ കടക്കേണ്ടി വന്നാലും, സ്തോത്രം, ഹല്ലേലൂയ, എന്നെ ജീവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇത് പകൽവേള എത്ര പേർക്ക് വിശ്വാസമുണ്ട്? അതേറ്റു പറയാൻ കഴിയും. ഞാൻ കഷ്ടതയുടെ നടുവിൽ കൂടെ നടന്നാലും, പ്രതിസന്ധിയുടെ നടുവിൽ കൂടെ നടന്നാലും, അതിൻ്റെ നടുവിൽ എന്നെ ജീവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നെ തകർത്ത് കളയുന്ന ദൈവമല്ല. എൻ്റെ കഷ്ടതയുടെ നടുവിൽ എന്നെ കൈവിട്ട് കളയുന്ന ദൈവമല്ല. എൻ്റെ കഷ്ടതയുടെ നടുവിൽ എന്നെ മറന്ന് കളഞ്ഞു പോകുന്ന ദൈവമല്ല. അല്ല, എൻ്റെ നേരെ കണ്ണടച്ചു പോകുന്ന ദൈവമല്ല. അല്ലെങ്കിൽ മരണത്തോട് മല്ലടിക്കുന്ന അനുഭവങ്ങളായാൽ പോലും അവിടെ തന്നെ ഉദ്ധരിച്ചു കൊണ്ടുവരുന്ന, അവിടെ തന്നെ വിടുവിച്ചു കൊണ്ടുവരുന്ന സർവശക്തനായ ഒരു ദൈവം എനിക്ക് വേണ്ടി ഉണ്ട്. എനിക്ക് വേണ്ടി വാദിക്കുവാൻ ഒരു ദൈവമുണ്ട്. എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഒരു ദൈവമുണ്ട്. എൻ്റെ ശത്രുക്കൾ എൻ്റെ നേരെ ക്രോധത്തോടെ എഴുന്നേൽക്കുമ്പോൾ, എന്നെ പകയ്ക്കുമ്പോൾ, എന്നെ വെറുക്കുമ്പോൾ, അവരുടെ ക്രോധത്തിന് നേരെ ദൈവം ചെയ്യുക, ദൈവം തന്നെ കൈനീട്ടും. യോബിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നൊരു ഭാഗമുണ്ട്. തന്നെ ആശ്വസിപ്പിക്കാൻ വന്ന സഹോദരന്മാർ, സ്നേഹിതന്മാർ അവനെ വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരായി. അവസാനം ദൈവം അവരോട് പറയുന്നത്, നിങ്ങൾ കടന്നുപോയി യാഗവസ്തുക്കളുമായി ചെന്ന്, സ്തോത്രം, ഈ യോബിനോടൊപ്പം ചേർന്ന് ദൈവത്തെ ആരാധിക്കണം. അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ ഈ യോബിൻ്റെ മുഖത്തെ ആദരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കും. സ്തോത്രം, സ്തോത്രം. നമ്മുടെ മുഖത്തെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ മുഖത്തെ ആദരിക്കുന്ന സർവശക്തനായ ദൈവമുണ്ട്. ശത്രുക്കൾ നമുക്ക് നേരെ സർവസജ്ജരായി എഴുന്നേൽക്കുമ്പോൾ, നമുക്ക് നേരെ, സ്തോത്രം, പ്രതിസന്ധികൾ സൃഷ്ടിക്കുമ്പോൾ, ശത്രുക്കളെ അല്ലെങ്കിൽ അവരുടെ വഴിക്ക്, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രതികൂല പ്രവർത്തി, നമുക്കെതിരെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കണ്ടിട്ട് കണ്ണടച്ചു പോകുന്നവനല്ല. ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നമുക്ക് വേണ്ടി കൈ നീട്ടുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ശാന്തമായി ഈ പകൽവേള രാവിലെ സമയം ദൈവമക്കളുടെ കാര്യം ഓർത്തുകൊള്ളണം. എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്ര, ശത്രുക്കൾക്ക് മുൻപാകെ, ഹല്ലേലൂയ, എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമുണ്ട്. അല്ല, ദാവീദ് അതിനെ കുറിച്ച് 23 സംഖ്യയിൽ ഇങ്ങനെയാണ് പറയുന്നത്. അല്ല, ശത്രുക്കൾ കാണുക, നീ എന്നെ തലേ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. അല്ല, ശത്രുക്കൾ കാണുക, എന്റെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. അല്ല, ശത്രുക്കളുടെ മുൻപാകെ എനിക്ക് വേണ്ടി മേശ ഒരുക്കുന്ന ഒരു ദൈവമുണ്ട്. ശത്രുക്കളുടെ മുൻപാകെ നീ എനിക്ക് വേണ്ടി മേശ ഒരുക്കുന്നു. അവരുടെ മുമ്പാകെ എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. അങ്ങനെ ദൈവത്തെ നാം സേവിക്കുന്നത്, അങ്ങനെ ദൈവത്തെ നാം ആരാധിക്കുന്നത്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം, ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. അവസാനമായി പറയുന്നത്, യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. എനിക്ക് വേണ്ടി സമാപ്തി വരും. എനിക്ക് വേണ്ടി നല്ലൊരു അവസാനം വരുത്തും. എത്ര പേർക്ക് ഇന്ന് പകൽവേള ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ഉറപ്പുണ്ട്? എനിക്ക് വേണ്ടി നല്ലൊരു അവസാനം വരുത്തും. എനിക്ക് വേണ്ടി നല്ലൊരു അന്ത്യം വരുത്തും. എൻ്റെ വിഷയത്തെ മേൽ എനിക്ക് വേണ്ടി ദൈവം നല്ലൊരു അവസാനം വരുത്തും. ഞാൻ ഭാരപ്പെടുന്ന, ഞാൻ നീറുന്ന, ഞാൻ വേദനിക്കുന്ന, ഞാൻ നിരാശപ്പെടുന്ന എൻ്റെ വിഷയങ്ങളുടെ മേൽ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരം നീട്ടുക മാത്രമല്ല, അല്ല, നല്ലൊരു അവസാനം കാണുവാൻ എൻ്റെ ദൈവം എനിക്ക് ഇടവരുത്തും. ആ ദൈവത്തെ നന്ദിയോടെ ഇന്ന് പകൽവേള കരമുയർത്തുന്ന സ്തോത്രം ചെയ്യട്ടെ. ആ ദൈവത്തിലുള്ള പ്രത്യാശയോടുകൂടെ ഈ ദിവസങ്ങൾ നമുക്ക് മുന്നേറാം. ദൈവമായ കർത്താവ് നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. തുടർന്ന് സാക്ഷ്യത്തിനായിട്ടുള്ള സമയമാണ്. നമ്മുടെ സമയത്തെ നമുക്ക് തക്കത്തിൽ വിനിയോഗിക്കാം, ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം, പ്രാർത്ഥനയുടെ ആയിരിക്കാം. പ്രാരംഭമായി നമ്മുടെ കുഞ്ഞുങ്ങൾ മുമ്പോട്ട് കടന്നു വന്ന് വാക്യങ്ങൾ പ്രസ്താവിക്കുന്നതാണ്. Children will come forward and will share the Bible verse. Come forward. Be quick.
ജോഷുവ ജെസിൻ. Praise God. Galatians 5 verses 22 and 23. But the fruit of the Spirit is love, joy, peace, patience, kindness, goodness, faithfulness, gentleness, and self-control. Against such there is no law. Amen. നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാമല്ലോ. ഈ ആഴ്ചയിൽ അവരെ ക്ഷേമത്തോടെ ദൈവം കൂട്ടിവരുത്തി. അവരുടെ പഠനകാര്യങ്ങളിലും സ്കൂൾ യാത്രകളൊക്കെ കൂടിരുന്നു. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, ദോഷങ്ങളൊന്നും ഉണ്ടാകാതെ സൂക്ഷിച്ചു. ആരോഗ്യത്തോടെ ബലത്തോടെ കൂട്ടിവരുത്തിയല്ലോ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം നല്ല വിജയം, 10-12 ക്ലാസ്സുകളിൽ നല്ല വിജയം നൽകി ദൈവം അവരെല്ലാം അനുഗ്രഹിച്ചു. അവർ തുടർ പഠനത്തിന് വേണ്ടി നാട്ടിലേക്ക് കടന്നു പോയിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളുണ്ട്, കടന്നു പോകേണ്ടതായ കുഞ്ഞുങ്ങളുണ്ട്. സ്തോത്രം. ഇവിടെ തുടർ പഠനം നടത്തുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെല്ലാം ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി, അവരായി എത്തിച്ചേരുന്ന സ്ഥലങ്ങളിൽ ദൈവം അവരെ അനുഗ്രഹിച്ച് സഹായിക്കേണ്ടതിനായി ദൈവത്തോടെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ നേരെ നമ്മുടെ കരങ്ങളെ ഒന്ന് നീട്ടാമല്ലോ. നമുക്കൊരുമിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. സ്തോത്രം. ആരും മൗനമായിരിക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് അല്പസമയം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയുടെ ദിനങ്ങളൊക്കെ ദൈവം അവരോടൊപ്പം വരുന്നു. അവരുടെ പഠനകാര്യങ്ങളിൽ യാത്രകളൊക്കെ കൂടിയിരുന്നു. പഠിപ്പം വേണ്ട ജ്ഞാനം, ബുദ്ധി, ഓർമ്മശക്തിയൊക്കെ നൽകി അവരെ അനുഗ്രഹിച്ചല്ലോ. കർത്താവെ, തുറന്നുള്ള ദിനങ്ങളിലും ദൈവം അവർക്ക് വേണ്ട ആരോഗ്യവും ബലവും ഒക്കെ നൽകി അവരെ അനുഗ്രഹത്തോടെ, ആയുസ്സോടെ, ബലത്തോടെ നടത്തണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കും. കർത്താവെ, ഹയർ സ്റ്റഡിക്ക് വേണ്ടി നാട്ടിലേക്ക് കടന്നു പോയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, കടന്നു പോകേണ്ട കുഞ്ഞുങ്ങളുണ്ട്. സ്തോത്രം. അഡ്മിഷൻ ലഭിക്കേണ്ട കുഞ്ഞുങ്ങൾക്കെല്ലാം തക്ക സമയത്ത് നല്ല അഡ്മിഷൻ ലഭിക്കാൻ ദൈവം സഹായിക്കണം. കർത്താവെ, വേണ്ട കൃപ അവരുടെ മേൽ പകരണമേ. ഇവിടെ തുടർ പഠനം നടത്തുന്ന കുഞ്ഞുങ്ങളുണ്ട്, ദൈവം അവരെയും സഹായിക്കും. കർത്താവിൻ്റെ കൃപ അവരോടൊപ്പം ഇരിക്കണം. വിദേശ രാജ്യങ്ങളിൽ പഠനത്തിനായി കടന്നു പോയിരിക്കേണ്ട കുഞ്ഞുങ്ങളുണ്ട്, ദൈവം അവരെല്ലാം അനുഗ്രഹിച്ച് സഹായിക്കണമേ. അവിടുത്തെ മക്കളാകുന്ന ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരെല്ലാ കാലത്തും അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കാൻ കർത്താവ് കൃപ ചെയ്യണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ സ്വർഗ്ഗപിതാവേ. സാക്ഷ്യങ്ങളെ പ്രസ്താവിക്കും. പുതുതായോ മറ്റോ ഒന്ന് പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ആദ്യമായി സാക്ഷ്യം പറയാം. ഇല്ലാതെ എങ്കിൽ സഹോദരിമാർക്ക് സാക്ഷ്യം പറയാം. അതിനുശേഷമായി സഹോദരന്മാർക്കും സാക്ഷ്യം പറയാവുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പകൽവേൽ ദൈവസ്നേഹത്തിൽ ഇവിടെയുള്ള ദൈവമക്കളോട് ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാൻ സ്വർഗ്ഗത്തിലെ ദൈവോട് നിരയാക്കി ദൈവത്തിൻ്റെ മഹാസ്നേഹത്തിനും കരുണയ്ക്കുമായി ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ ഫ്രൈഡേ ഇവിടെ ദേശത്ത് കടന്നു വരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവോടൊന്ന് കൃപ ചെയ്തെൻ്റെ യാത്രകളെല്ലാം ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യം കൂടെയിരുന്ന് ദൈവം നടത്തി. ദൈവമക്കളുടെ പ്രാർത്ഥനകൾ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമാശ്വാസമായിരുന്നു. തുടർന്ന് ഇവിടെയുള്ള ദൈവമക്കളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. കഴിഞ്ഞ നാളൊക്കെ ദൈവം അത്ഭുതമായ ഈശ്വരമായ ദൈവം ഞങ്ങളെ കുടുംബമായി അവിടുന്ന് നടത്തിയ എല്ലാ വഴികളെ ഓർത്ത് ദൈവത്തിൽ നന്ദിയുള്ളതായിരിക്കുന്നു. അല്ലെങ്കിൽ തുടർന്ന് ഈ ദേശത്തായിരിക്കുന്ന സമയങ്ങളൊക്കെ ദൈവനാമോദത്തിന് വേണ്ടി വിശ്വസ്തയോട് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതായ ദൗത്യതകളൊക്കെ ചെയ്തെടുപ്പാൻ ദൈവം ആഗ്രഹിക്കുന്ന അളവിലായി തീരുവാൻ ദൈവമക്കളുടെയൊക്കെയും പ്രാർത്ഥന ചോദിക്കുന്നു. ദൈവകരങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് ദൈവസ്ഥലത്തിൽ താനെ. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെ ഓർത്താൽ. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം,
മനമേ നടത്തിയ വിധങ്ങളെയോർത്തു ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങയ്ക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങയ്ക്കു നന്ദി. ആരാധന 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 ആരാധന. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങയ്ക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങയ്ക്കു നന്ദി. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെ ഓർത്തു. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെ ഓർത്തു. Greetings to the Master's name of the Lord and soon coming Jesus Christ, and I thank God for this opportunity that God has given me and us, a family, to come together in the presence of the God and praise His holy name. And God has helped us to come first time with our third child, and we have named him Nehemiah Samson George, and we ask you all to pray for him, and may God help him to grow in his wisdom, in his knowledge and his understanding, and be a child useful for his kingdom, and pray for us, and God bless us all. Thank you. പ്രൈസ് ദി ലോർഡ്. ഇവിടെയുള്ള കർത്താവിനോട് ദൈവങ്ങളോട് ഒരുമിച്ച് ഒരുക്കി കൂടെ കർത്താവിനെ സ്തുതിപ്പായിടൊക്കെ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവം അനുവദിച്ചാൽ 28-ാം തീയതി ഞങ്ങൾക്ക് കുടുംബമായ നാട്ടിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. നാട്ടിലായിരിക്കുമ്പോൾ ദൈവകൃപയിലായിരിക്കാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന അപേക്ഷിച്ചുകൊള്ളുന്നു. Praise God. I thank God for giving the opportunity to stand and testify in His holy name. God has good to me for the past years, and He kept me safe and sound, and He has given me one more year in my life. Please pray for my studies and my spiritual life. Amen. പ്രൈസ് ദി ലോർഡ്. ഞാൻ നാട്ടിൽ നിന്ന് വന്ന ഒരു വിസിറ്റിംഗ് പാസ്റ്ററാണ്. ഒരു ഹൈന്ദവ പശ്ചാത്തലമുള്ള കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു. കായംകുളത്തിനടുത്ത് കട്ടച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത്, ഇന്ന് അവിടെയാണ് എഞ്ചിനീയറിംഗ് കോളേജ് നിൽക്കുന്നത്, വെള്ളാപ്പള്ളി നടേശൻ്റെ തൊട്ട് ഫ്രണ്ടിൽ. എൻ്റെ അപ്പനും അമ്മയും 2 പേരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, നല്ല ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, 2 ഡോക്ടർമാരുടെ മകനായിട്ട് ജനിച്ച് വളർത്തപ്പെട്ടു. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ആശാരി ഉദ്ദേശിക്കുന്ന ദേവദാസൻ ഞങ്ങളുടെ നാട്ടിൽ വന്നു. അങ്ങനെ അന്ന് ഞാൻ വെറുതെ പോയതാ, പക്ഷെ ഞാൻ രക്ഷിക്കപ്പെട്ടു. എന്നെ അദ്ദേഹം അടുത്ത പുഞ്ചയെ കൊണ്ട് സ്നാനപ്പെടുത്തി വീട്ടിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവനായി. കഴിഞ്ഞ 40 വർഷം ഞാൻ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒരു ശുശ്രൂഷകനായിരിക്കുന്നു. ഞാൻ പ്രവർത്തിക്കുന്നത് വനമേഖലയിലാണ്. ശബരിമലയ്ക്കടുത്ത് കൊടിത്തോട്ടം, നിങ്ങൾക്കറിയാം, അനിൽ കൊടിത്തോട്ടം, അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്ന് ഗിൽഗാൽ IPC സഭയുടെ ശുശ്രൂഷകനാണ്. ഞാൻ വനമേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. എൻ്റെ സഭയിലെ ധാരാളം ആളുകളൊക്കെ ഉണ്ടെങ്കിലും എല്ലാം പാവങ്ങളാണ്. എനിക്ക് ദശാംശമായിട്ടൊക്കെ കൊണ്ടുവരുന്നത് ഒരു കിറ്റിനകത്ത് റേഷനരിയാണ്. എൻ്റെ മേശപ്പുറം റേഷനരി കൊണ്ട് നിറയും. ഞാൻ റേഷനരി കഴിക്കുന്ന ആളുമല്ല. അങ്ങനെയുള്ള പാവങ്ങളുടെ ഇടയിൽ ഇത്രയും കാലം പ്രവർത്തിക്കുവാൻ ഇന്ന് എനിക്ക് 61 വയസ്സുണ്ട്. അവിടെ ഒരു ഹാള് വയ്ക്കാൻ ദൈവം സഹായിച്ചു. എന്നാലേ ആളിനോട് ചേർന്ന് ബാത്റൂമില്ല. അതുപോലെ അവിടെ നമുക്ക് ഇതുവരെ കറണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. ലൈനൊക്കെ ഉണ്ട്, പക്ഷെ കറണ്ട് എടുക്കാനൊക്കെ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള പിള്ളേരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ സ്കൂൾ തുറക്കുന്നു, ബാഗില്ല, കുടയില്ല, ചെരുപ്പില്ല, ആഹാരമില്ല. അങ്ങനെ ഒരു ദരിദ്ര മേഖലയിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. എനിക്ക് ഇവിടെ കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. ദൈവമക്കളെ, ആ സ്ഥലത്ത് ഇനി എനിക്ക് അവിടെ ഒരു ബാത്റൂമും കൂടെ ഉണ്ടാക്കണം. അതുപോലെ
കറണ്ട് എടുക്കണം, എന്നിട്ട് വേണം ആ ശുശ്രൂഷ മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട്. എനിക്ക് കണ്ണിന് പ്രയാസമുണ്ട്, 2 കണ്ണിനും മങ്ങലായി. ഉടൻ തന്നെ ഓപ്പറേഷൻ വേണമെന്ന് അരവിന്ദ് ഹോസ്പിറ്റലിൽ, അതായത് പിന്നെ തിരുനെൽവേലി ഉള്ള അരവിന്ദ് ഹോസ്പിറ്റലിൽ ഉടനെ ഒരു ഓപ്പറേഷനായിട്ട് കടന്നു പോകണം. നിങ്ങളെന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. എൻ്റെയൊക്കെ ഫോട്ടോയും അതിൻ്റെ ബ്രോഷർ എൻ്റെ കയ്യിലുണ്ട്, നിങ്ങളത് വാങ്ങിക്കുകയും. കൊടിത്തോട്ടം, അനിൽ കൊടിത്തോട്ടം നിങ്ങൾക്ക് പരിചിതനാണ്, ആ സഭയിലെ ആ ശുശ്രൂഷ, അതിനെ ഓർത്ത് നിങ്ങളെ കൈത്താങ്ങൽ തരികയും ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു വരി പാടിയിട്ട് ഞാനിരിക്കുക. ആരും മരുവിൽ ഒരു തുണയില്ല, ഒരു ഉരുവും നീ നിനയരുതേ, ഒരു കാൻ പോയി വരുമെന്നുരച്ചോൻ. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പാടുന്നില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്പെട്ട വിലയിരുത്തമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്ന മഹത്വപ്പെടുത്തുന്നു. എൻ്റെ പേര് പാസ്റ്റർ ജോയ് മാത്യു. ദീർഘവർഷങ്ങളായി ഞാൻ വടക്കേ ഇന്ത്യയിൽ കർത്താവിൻ്റെ മഹത്വമേറി ശുശ്രൂഷ ചെയ്തു വരുന്നു. ഇന്ത്യയിൽ പാർക്കുന്ന സകല ക്രിസ്തീയ സംഘടനകളുടെയും വിശ്വാസികളെയും ഏറ്റവും വൈരികൾ, ശത്രുക്കളെന്ന് വിശേഷിക്കപ്പെടുന്ന മഹാരാഷ്ട്രയുടെ നാഗപ്പൂരിൽ, അതായത് RSSൻ്റെ ഹെഡ് ക്വാർട്ടറിൻ്റെ ആ ഭാഗത്താണ് ഞങ്ങൾ കർത്താവിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷ ചെയ്തു വരുന്നത്. ഞങ്ങൾ കുടുംബമായി മഹാരാഷ്ട്രയിലായിട്ടപ്പം 21 വർഷമായി. അതിനുമുമ്പ് ഞങ്ങൾ പഞ്ചാബിലും ജമ്മു കാശ്മീരും പല സ്ഥലങ്ങളുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ 21 വർഷമായിട്ട് നാഗപ്പൂരിൻ്റെ പ്രദേശത്ത് അനവധി കഷ്ടതകളും പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ അനുഭവിച്ച് കർത്താവിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷ ഞങ്ങൾ ചെയ്തു വരികയായിരുന്നു. ഈ സാഹചര്യത്തിൽ എനിക്ക് 2 മക്കളാണ്. മൂത്ത മകൾ പെട്ടെന്നുണ്ടായ ഒരു അസ്വസ്ഥത മുഖാന്തരം അവിടെ 25-ാമത്തെ വയസ്സിൽ ദൈവസേനയിൽ ചേർക്കപ്പെട്ടു. വേണ്ടതായ ചികിത്സ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. കാരണം കേരളം വിട്ട് പുറപ്പെട്ടതിന് ശേഷം സഹോദരങ്ങളോ മാതാപിതാക്കളോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ബന്ധുത്തരകളോ ആരുമില്ലാത്ത ഒരവസ്ഥയിലാണ്. അവിടെ ലോക്കൽ ആൾക്കാർ മാത്രമാണ് ഇപ്പം ഞങ്ങൾ ചർച്ചിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മകളുടെ ചികിത്സയ്ക്ക് വേണ്ടി പലരോടായി ഞാൻ പല ലക്ഷക്കണക്കിന് കാശ് വാങ്ങിച്ച് എങ്ങനെയെങ്കിലും മകളെ രക്ഷപ്പെടുത്തുക എന്നുള്ളതായ താല്പര്യത്തോടെയായിരുന്നു ഞങ്ങൾ ചികിത്സ. എന്നാൽ വേണ്ടപ്പെട്ട പണമൊന്നും ലഭിക്കാതെ മകൾ 2019 മാർച്ച് 1-ാം തീയതി ദൈവസേനയിൽ ചേർക്കപ്പെട്ടു. വളരെ കടഭാരമുള്ളതിനായി ഭാരപ്പെടുകയാണ്. സ്വന്തമായിട്ട് വസ്തുവോ വീടോ ഒന്നുമില്ല. എനിക്ക് മറ്റൊന്നുമല്ല, എൻ്റെ ശുശ്രൂഷയ്ക്ക് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. വരും സമയങ്ങളിൽ ദൈവത്തിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുവാൻ കർത്താവ് ദൈവസേനയിൽ എല്ലാവരും പ്രാർത്ഥിക്കണം. എനിക്ക് ചില കടഭാരങ്ങളൊക്കെ ഉണ്ട്. 3 ലക്ഷത്തിൽ പരം രൂപ എൻ്റെ കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ചിലവായി. പലരിപ്പം വന്ന് ചോദിക്കുന്നുണ്ട്. വളരെ പ്രയാസം അനുഭവിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ഈ വിഷയത്തിൽ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. സാക്ഷ്യവാചകളെ പ്രസ്താവിച്ച പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. പ്രത്യേകാൽ 2 വിഷയം കൂടെ പ്രാർത്ഥനയ്ക്കായിട്ട് ഓർപ്പിക്കുന്നു. നമ്മുടെ പ്രിയ സഹോദരൻ റോബിൻ്റെ ഫാദറിലോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ആ വിവരങ്ങളൊക്കെ നാം അറിഞ്ഞതാണ്. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയ പിതാവിനെ ഓർത്ത് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. പൂർണ്ണ സൗഖ്യത്തോടെ ഭവനത്തിലേക്ക് ദൈവം മടക്കി അയക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നാം പ്രാർത്ഥിച്ച വിഷയമാണ് നമ്മുടെ പ്രിയ സഹോദരൻ പ്രേംകുമാറിൻ്റെത്. വീണ്ടും അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം. പൂർണ്ണമായ വിടുതലിന് വേണ്ടി ദൈവമക്കൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. തൻ്റെ പ്രഷർ സംബന്ധമായി ഉള്ള പ്രയാസങ്ങളാണ് താൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അത് കൂടിയും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ദൈവം പൂർണ്ണമായി തന്നെ വിടുവിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരൻ സാംസൺ കുടുംബമായി തിരികെ കടന്നു വരുവാനിടയായി. 3ാമത് ദൈവം അവർക്ക് നൽകിയ പൈതലോട് ഒരുമിച്ച് ഇന്ന് ആ പകൽവേള ദൈവത്തെ ആരാധിപ്പാൻ ദൈവം അവസരം ഒരുക്കല്ലോ. പ്രിയ പൈതലിനെ ദൈവം സഹായിക്കട്ടെ എന്നതിനായി നമുക്ക് കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരൻ ബിനു തോമസ് 28-ാം തീയതി നാട്ടിലേക്ക് കടന്നു പോകുന്നു. തൻ്റെ യാത്രയുടെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പൈതൽ ജോഷുവയുടെ ആയുസ്സിൽ 1 വർഷം കൂടെ ദൈവം ദാനമായി നൽകി. പിന്നെ ദൈവം പൈതലെ അനുഗ്രഹിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവം ആരോഗ്യത്തോടെ ബലത്തോടെ അവനെ നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവിൻ്റെ ദാസന്മാർ നമ്മുടെ ഇടയിൽ കടന്നു വന്നല്ലോ. അവരെ ഓർത്ത്, അവരുടെ ശുശ്രൂഷകളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. നമുക്കൊരുമിച്ച് അല്പസമയം ഒന്ന് സ്തോത്രം ചെയ്യാട്ട്.
പ്രിയപ്പെട്ടവരെ ദൈവം ഹോസ്പിറ്റലായിരിക്കും പ്രിയപ്പെട്ടത് സൗഖ്യമാക്കണം. അതുപോലെ നമ്മുടെ വാർദ്ധക്യത്തിലായിരിക്കും നമ്മുടെ മാതാപിതാക്കൾ നാട്ടിലും ഒക്കെ ആയിരിക്കുന്നവരുണ്ട്, രോഗികളായി ക്ഷീണിതരായി ഭാരപ്പെടുന്നവരോടൊക്കെ ദൈവം വിടുവിക്കാൻ സഹായിക്കുകയും ചെയ്യേണ്ടതിന് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മാതാപിതാക്കളുടെ ശാരീരമായ ക്ലേശങ്ങൾ നിമിത്തം നാട്ടിലേക്ക് കടന്നു പോയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അതുപോലെ മറ്റു ബുദ്ധിമുട്ടുകളുടെ നടുവിലായിരിക്കുന്നവരൊക്കെ ദൈവം സഹായിക്കേണ്ടതിനായി ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സഹോദരന്മാരിൽ ഒരാൾക്ക് ശബ്ദം ഉയർത്തി ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കും. പരിശുദ്ധനായ പിതാവേ, സ്വർഗ്ഗസ്ഥനായ കർത്താവേ, ഈ പകൽക്കാല സമയം ഞങ്ങളുടെ സന്നിധിയിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ചവർക്കായ സ്തോത്രം ചെയ്യുന്നതാ. ആരാധനയുടെ ആരംഭം മുതൽ ഇത്രത്തോളം അങ്ങയുടെ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഇരുന്ന് വഴി നടത്തിയതിനായ സ്തോത്രം ചെയ്യുന്ന കർത്താവ്, നല്ല പാട്ടുകളെ നിൽക്കുന്നതിനായ സ്തോത്രം ചെയ്യുന്നതാ. സംഘത്തിൽ ശുശ്രൂഷപാതിൻ്റെ ആസനെ ബലപ്പെടുത്തിയതിനായ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, സാക്ഷ്യം പറഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാം ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, പ്രിയ കുഞ്ഞുങ്ങൾ സ്കൂളിൽ കടന്നു പോകുമ്പോൾ അവരുടെ എക്സാമിനേഷനൊക്കെ ആയിരിക്കുന്ന കർത്താവേ, അതിലെല്ലാം അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരുന്ന് വഴി നടത്തുകയാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നാട്ടിലേക്ക് കടന്നു പോകുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ, അവരുടെ കർത്താവേ ഉപരിപഠനത്തിലെല്ലാം സ്വർഗ്ഗത്തിലെ അപ്പച്ചൻ്റെ സാന്നിധ്യം കൂടെ ഇരുന്ന് വഴി നടത്തുകയാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങയുടെ കാര്യം കൂടെ ഇരുന്ന് വഴി നടത്തുകയാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്തദാസി ഞങ്ങളുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ, കടന്നു വരുവാൻ അങ്ങ് ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അങ്ങയുടെ കൃപയുടെ കാര്യത്തെ പ്രിയമാളെ നിറച്ചുകൊള്ളയാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കർത്തദാസനോട് ഒരുമിച്ചായിരിക്കുമ്പോൾ കർത്താവേ ദൈവകൃപയിലായിരിക്കാൻ ഇടയാക്കിയാണെന്ന് പ്രാർത്ഥിക്കുന്ന അതാ. സംസബ്രദറിനെ കുടുംബമായി ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, അവർക്ക് ദാനമായി നൽകിയ കുഞ്ഞുമായി ഒരുമിച്ച് വീണ്ടും കർത്താവേ സഭയിലേക്ക് കടന്നു വരാൻ സ്വർഗ്ഗത്തിലെ അപ്പച്ചാങ്ക് ഇടയാക്കി വൻ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കൃപയാൽ നിറയ്ക്കണമേ. ആ കുഞ്ഞിനെ കർത്താവ് ബാലാഷ്ടങ്ങളെല്ലാം വിടുവിച്ച് ആരോഗ്യത്തോടെ ബലത്തോടെ കാത്തു പരിപാലിച്ചു കൊള്ളാണെന്ന് പ്രാർത്ഥിക്കുന്ന അതാ. കർത്താവ് ബർത്ത്ഡേ ആയിരിക്കുന്ന കർത്താവ് ഒരു പുതുവർഷം കൂടെ നൽകി കൊടുത്ത പ്രിയ ജോഷ് മോനെ ഏൽപ്പിക്കുന്ന കർത്താവ്, പ്രൈതലോട് കൂടെ അങ്ങയുടെ സാന്നിധ്യ കൃപയും കൂടെ ഇരുന്ന് വഴി നടത്താണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. വിസിറ്റിങ്ങിനായ കടന്നു കർത്തദാസന്മാരെ ഞങ്ങളുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ. അവരോട് കൂടെ അവരുടെ ആവശ്യങ്ങളെ സ്വർഗ്ഗം അറിയുന്ന കർത്താവേ. മനുഷ്യരാൽ സഹായിപ്പാൻ അസാധ്യമായത് സ്വർഗ്ഗത്തിലെ അപ്പച്ചാൽ കഴിയുമല്ലോ കർത്താവേ. അങ്ങയുടെ കരം പ്രിയ കർത്തദാസന്മാരോട് കൂടെ ഇരുന്ന് വഴി നടത്താണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, ഹോസ്പിറ്റലായിരിക്കുന്ന ജോസിയുടെ പിതാവിനെ ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്ന അതാ. ഹല്ലേലൂയ. പ്രിയ പിതാവ് കർത്താവേ, എത്രയും പെട്ടെന്ന് കർത്താവ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി ആരോഗ്യത്തോടെ ബലത്തോടെ ഭവനത്തിൽ കടന്നു വരുവാൻ സ്വർഗ്ഗത്തിലെ അപ്പച്ചാൻ കൃപയൊരുക്കുകയാണെന്ന് പ്രാർത്ഥിക്കുന്ന അതാ. ഹല്ലേലൂയ. പ്രേംകുമാർ ബ്രദറിനെ ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവ്, ഇതിൻ്റെ മകനും ഹല്ലേലൂയ കർത്താവ് ഒരു വിടുതൽ പ്രാപിച്ച് കർത്താവേ ഡിസ്ചാർജായി ഭവനത്തിൽ എത്തിച്ചേരുവാൻ സ്വർഗ്ഗത്തിൽ നാദാങ് ഇടയാക്കുകയാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. രോഗികളായി ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ അങ്ങയുടെ കരം അഴിച്ചു വിടുവിക്കുകയാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്വർഗ്ഗത്തിലെ പിതാവിൻ്റെ കരം കർത്താവെ ഓരോരുത്തരോട് കൂടെ ഇരുന്ന് വഴി നടത്തുകയാണെന്ന് പ്രാർത്ഥിക്കാതാ. തുടർന്ന് വചന ശുശ്രൂഷ ഏൽപ്പിക്കുന്ന കർത്താവെ, ശുശ്രൂഷപാതിൻ്റെ ആസനം ബലപ്പെടുത്തുകയാണെന്ന് പ്രാർത്ഥിക്കുക കർത്താവ്. ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളാണെങ്കിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങ് കർത്താവ് എല്ലാറ്റിനും മറുപടി അയക്കുകയാണെന്ന് പ്രാർത്ഥിക്കാതാ. നാട്ടിലേക്ക് കടന്നു പോകുന്ന എല്ലാവരും അങ്ങ് സന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന കർത്താവ്. ഓരോരുത്തരോടും കൂടെ അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരിക്കുകയാണെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗ പ്രാർത്ഥനകളെല്ലാം കിട്ടുമ്പോൾക്കായ സ്തോത്രം സലമാന മഹത്വം എൻ്റെ അപ്പച്ചനും സലവും പുന്നേച്ചിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കരങ്ങൾ ഉയർത്തി കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ധന്യമുള്ള തിരുനാമം വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ. ദൈവപാദപീഠത്തിൽ ഒരുമിച്ചായിരുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുവാൻ കർത്താവ് നമുക്ക് അവസരം നൽകിയല്ലോ. ദൈവമായ കർത്താവ് തുടർന്നും നമ്മെ സഹായിക്കേണ്ടതിനായിട്ട് ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. അല്പനേരത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് തിരുവചനത്തിൽ നിന്ന് ഒന്നിരുടെ വാക്യങ്ങൾ നമുക്ക് വായിക്കാമല്ലോ. 61 സങ്കീർത്തനത്തിൻ്റെ 1-2 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. മതി. സ്തോത്രം. ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന വാചകമാണ് നാം ഇവിടെ വായിച്ചു കേട്ട സങ്കീർത്തന ഭാഗത്തിലെ വാക്യം. ദൈവം തന്നെ പരിപാലിക്കേണ്ടതിനായിട്ട്, സൂക്ഷിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഈ 61 സങ്കീർത്തനം. അതിൽ പ്രാരംഭമായ വാക്യത്തിൽ താൻ പറയുന്നൊരു ഭാഗം ഇങ്ങനെയുണ്ട്: ഞാൻ എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും, എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണം. മാനുഷികമായ കേന്ദ്രങ്ങളും പൈശാചിക ശക്തികളും ഒരുമിച്ച് പോരാടിയാലും പ്രാർത്ഥിക്കുന്ന ദൈവവേദനെ പരാജയപ്പെടുത്താൻ കഴിയില്ല. ശ്രദ്ധിക്കണം. മാനുഷിക കേന്ദ്രങ്ങളും പൈശാചിക ശക്തികളും ഒരുമിച്ച് പണിയെടുത്താലും ഒരുമിച്ച് പ്രവർത്തിച്ചാലും പ്രാർത്ഥിക്കുന്ന തൻ്റെ ജനത്തെ പരാജയപ്പെടുത്താൻ, പ്രാർത്ഥിക്കുന്ന തൻ്റെ ജനത്തെ തകർത്ത് കളയുവാൻ
അവർക്ക് കഴിയുകയില്ല എന്നുള്ളതാണ് തിരുവചനം നമ്മോട് വിളിച്ചു പറയുന്നത്. സ്തോത്രം. ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുക, എൻ്റെ ഹൃദയം ക്ഷീണിക്കും. രാജാവാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. രാജാവ് സുഖകരമായിട്ട് എല്ലായ്പ്പോഴും രാജാവിൻ്റെ വിശ്രമസ്ഥലത്തിരിക്കുക അല്ലെങ്കിൽ കാര്യങ്ങൾ ഒരു കുഴപ്പമില്ലാതെ മുൻപോട്ട് പോവുകയാണെന്ന് നാം കരുതരുത്. ഏത് ഉന്നത സ്ഥാനം വഹിക്കുന്നവർക്കും അതിൻ്റെതായ പ്രതിസന്ധികൾ, ടെൻഷനുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ജീവിതത്തിലുണ്ട്. സാധാരണ ഒരു ജോലിക്ക് പോലും അതിൻ്റെതായ ടെൻഷനുകൾ നമ്മൾ അനുഭവിക്കാറുണ്ട്. അപ്പോൾ ഉന്നതമായ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ എത്രമാത്രം പ്രതിസന്ധികളാണ് ഓരോ ദിവസവും അഭിമുഖീകരിക്കേണ്ടത്. എല്ലാവർക്കും മറുപടി പറയേണ്ടത് അവരായിരിക്കും. നമുക്കതിനറിയാം. എന്തെങ്കിലും സഭയുടെ വിഷയം വന്നാൽ ആദ്യം ചോദിക്കുന്ന സെക്രട്ടറിയോടാണ്, പിന്നെ പാസ്റ്ററോട് ചോദിക്കത്തുള്ളൂ. അപ്പോൾ ആ ഉന്നതമായ സ്ഥാനത്തിൽ ആ സ്ഥാപനത്തിൻ്റെ ഉന്നത നിലയിൽ നിൽക്കുന്ന വ്യക്തികൾ ഓരോ ദിവസവും അനുഭവിക്കുന്നതായ പ്രതിസന്ധി നമുക്കാർക്കും ഒരുപക്ഷെ മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ട്, ഏത് വ്യക്തികളായിരുന്നാലും. അതിൻ്റെ നടുവിൽ തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന്, തൻ്റെ മക്കൾക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവിക ഇടപെടൽ ഉണ്ടെന്ന് ദാവീദ് ഊട്ടി ഉറപ്പിച്ചു പറയുക. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ, ഞാൻ തളരുമ്പോൾ, ഞാൻ ബലമില്ലാത്തവനായി തീരുമ്പോൾ, സ്തോത്രം, ഞാൻ എവിടേക്കാണ് നോക്കുന്നത്? അത്യുന്നതനായ ദൈവത്തെങ്കിലേക്ക് നോക്കും. എൻ്റെ പകൽവേള എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ഓർത്തുകൊള്ളണം. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി കടന്നു വരുമ്പോൾ നമുക്ക് നോക്കുവാൻ നല്ലൊരു ഇടമുണ്ട്, നമുക്ക് ആശ്രയിപ്പാൻ പറ്റിയൊരാളുണ്ട്. അതാണ് നമ്മുടെ ദൈവം, നമ്മുടെ സർവശക്തനായ ദൈവം. മനുഷ്യരോട് പറഞ്ഞാൽ ഒരുപക്ഷെ നാം പറയുന്ന കാര്യങ്ങൾ മറ്റൊരാളോട് പറഞ്ഞ് അതിങ്ങനെ മുൻപോട്ട് പോയെന്ന് വരാം. എന്നാൽ നമ്മുടെ ദൈവത്തോട് പറഞ്ഞാൽ അവൻ ആരോടും പറയത്തില്ല. നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാകുന്നൊരിടമുണ്ടെങ്കിൽ, വിശ്വസിക്കാൻ ഈ ലോകത്തിൽ കൊള്ളാവുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങൾ സേവിക്കുന്ന നമ്മുടെ ദൈവം മാത്രമാണ്. സ്തോത്രം, സ്തോത്രം. ഞാൻ അത്യുന്നതനായ ദൈവത്തിലേക്ക് നോക്കും. എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധി കടന്നു വരുമ്പോൾ, ആരാലും സഹായിപ്പാൻ കഴിയാത്ത അവസ്ഥകൾ ജീവിതത്തിൽ വരുമ്പോൾ എനിക്ക് നോക്കുവാൻ, എനിക്ക് ആശ്രയിപ്പാൻ ഒരിടമുണ്ട്. അത് ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവമാണെന്ന് ഇന്ന് പകൽവേള ദൈവമക്കൾ ഉറപ്പ് പ്രാപിച്ചോളണം. ഭൂമിയുടെ അറ്റത്തുനിന്ന് ഞാൻ നിലവിളിക്കുമ്പോൾ എനിക്ക്, സ്തോത്രം, അങ്ങനെ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എന്ത് ചെയ്യണം? എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ. ഞാൻ തളർന്നു പോകുമ്പോൾ, ഞാൻ ഇടറിപ്പോകുമ്പോൾ, സ്തോത്രം, എനിക്ക് നിൽക്കുവാൻ കഴിയില്ല എന്ന് തോന്നുമ്പോൾ എന്നെ ഉറപ്പിച്ച് നിർത്തുന്ന അത്യുന്നതനായ ഒരു ദൈവമുണ്ട്. അത്യുന്നതനായ ദൈവത്തെങ്കിലേക്ക് ഞാൻ എടുത്തിയല്ലോ. 1 ശമൂവേലിന്റെ പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ദാവീദ് രാജാവായതുകൊണ്ട് ദൈവസന്നിധാനത്തിൽ കരയാതിരുന്നില്ല. രാജാവായതുകൊണ്ട് ദൈവത്തിൽ ആശ്രയം വയ്ക്കാതിരുന്നില്ല. ദാവീദ് എന്ത് വിചാരിച്ചാലും അത് നടക്കും, അത് അവൻ്റെ അധികാരം കൊണ്ട്. പക്ഷേ അതിനും കഴിയാത്ത ചില പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ അവനെ നോക്കുവാനും ആശ്രയിപ്പാനും ദൈവം മാത്രമേ ഉള്ളൂ. അതാണ് ദാവീദോട് ഉറപ്പിച്ച് പറയുന്നത്. 1 ശമൂവേലിന്റെ പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുന്നത്. അവർ ബലമില്ലാതാകുവോളം കരഞ്ഞു. അവർ ബലം, വായിച്ചേ, കരയുവാൻ ബലമില്ലാതെ ആകുവോളം എന്ത് ചെയ്തു? ആ ഒരു സാഹചര്യം നോക്കി, കരയാൻ ബലമില്ലാത്ത ഒരു സാഹചര്യം. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാകാം അങ്ങനെ സംഭവിച്ചത്? ഇപ്പോൾ കുറേ നേരം കൊണ്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, കുറേ നാളുകൊണ്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കരഞ്ഞുകൊണ്ടിരിക്കുക. കരഞ്ഞ് എന്ത് ചെയ്തു? തളർന്നു. സ്തോത്രം. കരയാൻ ബലമില്ലാതാകുവോളം അവർ കരഞ്ഞു. എന്താ അവിടെ ഉണ്ടായ സംഭവം? സിക്ലാഗിർ വന്ന് എന്ത് ചെയ്തു? സ്തോത്രം. 1-ാം വാക്യം മുതൽ വായിച്ചേ, 30-ന്റെ. ആ ആ
ആ ആ ദാവീദും അവന്റെ ആളുകളും പട്ടണത്തിലേക്ക് വന്നപ്പോൾ അത് തീ വെച്ച് ചുട്ടിരിക്കുന്നതും ഭാര്യമാരെയും പുത്രീപുത്രന്മാരെയും അടിമകളാക്കി കൊണ്ടുപോയിരിക്കുന്നതും കണ്ട് അപ്പോൾ ദാവീദും കൂടെയുള്ള ജനം കരവാൻ ബലമില്ലാതാവോളം ഉറക്കെ കരഞ്ഞു. തങ്ങളുടെ ജീവിതത്തിൽ ചില നഷ്ടം സംഭവിച്ചു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു? കരയാൻ തുടങ്ങി. അല്ലേ? ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കരുതുന്നത് ഒരു കുടുംബം, ഭാര്യയും കുഞ്ഞുങ്ങളും. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളതെല്ലാം കാണുകയുള്ളൂ. നമ്മുടെ ദൈവത്തെ പോലും പലപ്പോഴും നമ്മൾ അങ്ങനെ കാണുന്നത് അല്ലേ? ഈ വിവാഹം നടത്തുന്ന സന്ദർഭത്തിൽ വായിക്കുന്നൊരു ഭാഗമുണ്ട്, പറയുന്നൊരു കാര്യമുണ്ട്. മുപ്പരി ചരട് വേഗത്തിൽ അറ്റുപോകത്തില്ല. കാരണം എന്താ? അത് ബലം കൂടുതൽ വർദ്ധിപ്പിക്കുക. ഒരു ചരടാണെങ്കിൽ പെട്ടെന്ന് പൊട്ടിച്ച് കളയാം, രണ്ടാണെങ്കിലും പൊട്ടിച്ചത്, മൂന്നാകുമ്പോൾ ഒത്തിരി കൂടെ പരിശ്രമം നടക്കണം. വേഗത്തിൽ മുപ്പരി ചരട് വേഗത്തിൽ അറ്റുപോകത്തില്ല. അപ്പം നമ്മളവിടെ പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ള കാര്യം ഇങ്ങനെ, മൂന്നാമനായ ദൈവം അല്ല, ഞാൻ അതിനെ ഇങ്ങനെ ഒന്നാമനായ ദൈവം. സെൻറ്റർ കോഡ് നമ്മുടെ ദൈവമായിരിക്കണം. നമ്മുടെ കുടുംബത്തിലെ സെൻറ്റർ കോഡ് നമ്മുടെ ദൈവമായിരിക്കണം. സ്തോത്രം. ഞാനും എൻ്റെ ഭാര്യയ്ക്കും ഇടയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചരട് എൻ്റെ ദൈവമായിരിക്കണം. നമ്മുടെ ജീവിതം ഒന്നാമത് ദൈവത്തിന് സ്ഥാനം കൊടുക്കണം. എന്തുകൊണ്ടാണ് പലയിടത്തും നമ്മൾ പരാജയപ്പെട്ടു പോകുന്നതെന്ന് അറിയാമോ? പല കുടുംബങ്ങളും പരാജയപ്പെട്ടു പോകുന്നതിന് കാരണം എന്തെന്നറിയാമോ? ദൈവത്തിന് മൂന്നാമതാ സ്ഥാനം കൊടുത്തേക്കുന്നത്. അല്ലേ? ദൈവത്തിന് മൂന്നാമതാ സ്ഥാനം. ഭാര്യയും ഭർത്താവും കഴിഞ്ഞിട്ട് പിന്നെ സ്ഥാനം ഉണ്ടെങ്കിൽ പിന്നെ ഈ മക്കളും കഴിഞ്ഞിട്ട്, മക്കളോടായി കഴിയുമ്പോൾ മക്കളും കഴിഞ്ഞിട്ടേ പിന്നെ ദൈവത്തിന് സ്ഥാനമുള്ളൂ. അങ്ങനെയല്ലേ പലപ്പോഴും നമ്മൾ? നോ, ഒന്നാം സ്ഥാനം നമ്മുടെ ദൈവത്തിന് കൊടുക്കണം. ഒന്നാം സ്ഥാനം എവിടെ ദൈവത്തിന് കൊടുത്തിട്ടുണ്ടോ അവിടെ ഒരിടത്തും പരാജയം ഉണ്ടായിട്ടില്ല. ഒരിടത്തും പരാജയം ഉണ്ടായിട്ടില്ല. നമ്മുടെ ജീവിതം, വ്യക്തിപരമായ ജീവിതത്തിലും ഒന്നാം സ്ഥാനം നമുക്കുള്ള മറ്റേതിനേക്കാളും ദൈവത്തിന് കൊടുക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മൾ ഒരിടത്തും പരാജയപ്പെടുകയില്ല. ഞാൻ അടിവരയിട്ട് പറയാം, ഒരിടത്തും നാം പരാജയപ്പെടുകയില്ല. പരാജയപ്പെടുന്നെന്ന് നമുക്ക് തോന്നൽ വന്നാൽ പോലും അതിൻ്റെ അന്ത്യം വിജയം തന്നെയായിരിക്കും, സംശയമില്ല. അപ്പോൾ ഒന്നാം സ്ഥാനം നമ്മുടെ ദൈവത്തിന് കൊടുക്കണം. ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കാത്ത കാലത്തോളം പരാജയം സംഭവിച്ചുകൊണ്ടേയിരിക്കും ജീവിതത്തിൽ. എപ്പോൾ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുന്നു അപ്പോൾ മാത്രമായിരിക്കും നമ്മൾ വിജയിക്കാൻ കഴിയുന്നത്. ഇവിടെ ശ്രദ്ധിക്കണം, ദാവീദും കൂട്ടരും എന്ത് ചെയ്തു? ബലമില്ലാതാകോളം കരഞ്ഞു. കാരണം അവൻ്റെ ഭാര്യമാരെയും മക്കളെയും എന്ത് ചെയ്തു? അമാലേക്കരും വന്ന് എന്ത് പിടിച്ചുകൊണ്ടുപോയി. തെക്കേ ദേശക്കാരും ഒക്കെ എന്ത് ചെയ്തു? അവിടെ ദാവീദും അവൻ്റെ ആളുകളും 3-ാം ദിവസം സിക്ലാഗിൽ എത്തിയപ്പോൾ അമാലേക്കർ തെക്കേ ദേശവും സിക്ലാഗും ആക്രമിച്ച് സിക്ലാഗിനെ ജയിച്ചു അതിനെ തീ വെച്ച് ചുട്ടുകളഞ്ഞു. അവരുടെ അധികാര പരിധിയിലുള്ള പട്ടണത്തെ എന്ത് ചെയ്തു? നശിപ്പിച്ചു. സ്തോത്രം. മാത്രമോ അവരുടെ ഭാര്യമാരെയും കുഞ്ഞുങ്ങളെ എന്ത് ചെയ്തു? അവർ പിടിച്ചുകൊണ്ടുപോയി. ഒരു ഗുണമുണ്ടായി, കൊന്നില്ല, പിടിച്ചുകൊണ്ടുപോയി. സ്തോത്രം. അവരെ അടിമകളായി കൊണ്ടുപോയി. തിരുവചനത്തിൽ നാം പഠിക്കുമ്പോൾ, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പഠിക്കുമ്പോൾ കാണുന്നൊരു ഭാഗമുണ്ട്, വിധവയായ സ്ത്രീയുടെ കാര്യം. പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ പറയുന്നൊരു ഭാഗമുണ്ട്. നിന്റെ ദാസനായിരുന്ന എൻ്റെ ഭർത്താവ് അവനൊരു യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാം. അവൻ കടക്കാരനായി മരിച്ചു. ഇപ്പോൾ എൻ്റെ മക്കളെ പിടിച്ചു കൊണ്ടുപോകാൻ ആര് വന്നിരിക്കുന്നു? കടക്കാർ വന്നിരിക്കുന്നു. അപ്പോൾ ആ വേദന എന്ന് പറഞ്ഞാൽ, മക്കളെ പിടിച്ചു കൊണ്ടുപോകാൻ വരിക എന്ന് പറഞ്ഞാൽ ആ വേദന എന്തുമാത്രം ഉണ്ടാകും? നമുക്ക് എതിർത്ത് നിൽക്കാൻ കഴിയില്ല. എതിർത്ത് നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഇതിവിടെ ഈ സഹോദരി എന്താ ചെയ്തത്? തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്ന് കണ്ടപ്പോൾ ഈ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയുന്ന അതിൽ ഒറ്റ വ്യക്തി ഉള്ളെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ അടുക്കൽ കടന്നുപോയി പറയുകയാണ്, എൻ്റെ മക്കളെ കടക്കാർ പിടിച്ചു കൊണ്ടുപോകാൻ. ആ വേദനയാണ് നോക്കണേ. കടക്കാർ പിടിച്ചു കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു. എന്തുമാത്രം വേദനയായിരിക്കും ജീവിതത്തിൽ ഉണ്ടാകുന്നത്. നമ്മളോട് ഇങ്ങനൊന്ന് പറയട്ടെ,
സ്തോത്രം. അപ്പോൾ നമുക്ക് എന്തുമാത്രം വേദന ഉണ്ടാകും. ഇവിടെ ദാവീദിനുണ്ടായ, അവൻ്റെ കൂട്ടർക്കുണ്ടായ വേദന ശ്രദ്ധിക്കണം. അവരുടെ ഭാര്യമാരെയും മക്കളെയും പിടിച്ചുകൊണ്ടുപോയി. അങ്ങനെ ആ സാഹചര്യത്തിന് നടുവിൽ എന്ത് ചെയ്തു? അവർ ബലമില്ലാതാകോളം കരഞ്ഞു. സ്തോത്രം. ബലമില്ലാതാകുവോളം കരഞ്ഞു. കരഞ്ഞതിൻ്റെ തൽഫലമോ അവർക്ക് നഷ്ടപ്പെട്ടതൊക്കെ അവർക്ക് തിരികെ പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിപ്പാനിടയായി. ഇന്ന് പകൽവേളനെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ ശത്രു വരുത്തുവാൻ പദ്ധതി ഒരുക്കുമ്പോൾ, അല്ല നാശങ്ങൾ വരുത്തുവാൻ പദ്ധതി ഒരുക്കുമ്പോൾ, ഒരുപക്ഷെ നമ്മുടെ ആത്മീയ ജീവിതത്തെ പോലും തകർത്ത് കളയുവാൻ, അല്ല നശിപ്പിച്ച് കളയത്തക്കവണ്ണം, നമ്മെ ഇല്ലായ്മ ചെയ്യത്തക്കവണ്ണം, നമ്മെ മുടിച്ച് കളയത്തക്കവണ്ണം ശത്രു പദ്ധതി ഒരുക്കിക്കൊണ്ട് വരുമ്പോ അതിന്റെ നടുവിൽ ഏതൊരു വ്യക്തി കരയുന്നുവോ, ആര് കരയാൻ തയ്യാറാകുന്നു, ദൈവസ്ഥലം നിലവിളിക്കാൻ തയ്യാറാകുന്നു, അവർക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവിക ഇടപെടലുണ്ട്. അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന് ഒരു കരമുണ്ട്. അവർക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ നാം കാണേണ്ടത്. അപ്പോൾ തന്നെ ഒരു കാര്യം ഓർക്കണം, എന്തെങ്കിലും പ്രാപിക്കാനല്ല ദൈവത്തെ ആരാധിക്കണത്. ദൈവത്തെ ആരാധിക്കുന്നത് എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ അത് അനുഭവിക്കുകയാണ് വേണ്ടത്. സ്തോത്രം. ദൈവത്തെ സേവിക്കുക, ദൈവത്തെ പിൻപറ്റുക എന്നുള്ളതായിരിക്കണം പ്രഥമ ലക്ഷ്യം. ഹല്ലേലൂയ. അതിന് അങ്ങനെ വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്ന നിമിത്തം, ദൈവത്തെ പരമാർത്ഥതയോടെ പിൻപറ്റുന്ന നിമിത്തം ഉണ്ടാകുന്ന നന്മകൾ സന്തോഷത്തോടെ നാം അനുഭവിക്കുക ചെയ്യേണ്ടത്. അല്ലാതെ നന്മ കിട്ടാൻ വേണ്ടി ദൈവത്തെ ആരും സേവിക്കരുത്. ഉയർച്ച ഉണ്ടാകാൻ വേണ്ടി ദൈവത്തെ ആരും വിളിക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ മടങ്ങി വരാം. ബലമില്ലാതാകുവോളം ദൈവസ്ഥലം കരഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവസ്ഥലം ആര് കരയുന്നോ അവരെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവസ്ഥലം ആര് തകരുന്നുവോ അവരെ പണിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഒരു ഭക്തൻ ഇങ്ങനെ പറഞ്ഞു, ദൈവമേ നീ എന്നെ ഒന്ന് തകർക്കണമേ, നീ എന്നെ ഒന്ന് പൊളിക്കണമേ. സ്തോത്രം. അതിനുശേഷം പറഞ്ഞു, നീ എന്നെ ഒന്ന് പണിയണമേ. പണി നടക്കണമെങ്കിൽ ഒരു പൊളിപ്പുണ്ടാകണം, ഒരു തകർച്ച ഉണ്ടാകണം. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ കഷ്ടത എന്ന വരത്തിന് വേണ്ടി നമ്മൾ ആരും പ്രാർത്ഥിക്കാറില്ല. ഇന്ന് പകൽവേള ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ എന്നെ ഒന്ന് പണിയണം, എന്നെ ഒന്ന് ഉടയ്ക്കണം, എന്നെ ഒന്ന് പണിയണമേ. എന്തിനാ ഉടയ്ക്കുന്നത്, എന്തിനാ പണിയുന്നത്? ദൈവം പണിയുന്നത് ദൈവത്തിൻ്റെ ഹിതപ്രകാരമായി തീരാൻ. സ്തോത്രം. ഹല്ലേലൂയ. കുശവൻ കയ്യിൽ പാത്രം ഹല്ലേലൂയ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്തു? കയ്യിൽ അത് ചീത്തയായി പോയി. അടുത്തത് എന്ത് ചെയ്തു? അതിനെടുത്ത് കളഞ്ഞതല്ല, തനിക്കിഷ്ടമുള്ള മറ്റൊരു പാത്രമാക്കി അതിനെ ആ കുശവൻ രൂപാന്തരപ്പെടുത്തിയെടുക്കുന്നു. ഇന്ന് പകൽവേള ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങയ്ക്കിഷ്ടമുള്ളൊരു പാത്രമായി, അങ്ങയ്ക്കിഷ്ടമുള്ളൊരു മാനപാത്രമായി ഞാൻ പണിയപ്പെടത്തക്കവണ്ണം, ഞാൻ രൂപാന്തരപ്പെടത്തക്കവണ്ണം ഈ ദിവസങ്ങൾ എന്നെ ദൈവം ഒന്ന് പണിയണമേ, എന്നെ ഒന്ന് ഒരുക്കിയെടുക്കണമേ എന്ന് ആര് ദൈവത്തോട് ദിവസങ്ങൾ പ്രാർത്ഥിക്കുന്നു, ദൈവസ്ഥലം ആര് നിലവിളിക്കുന്നു, അല്ല നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ അല്ലെ സാന്നിധ്യം അവിടെ അനുഭവിച്ചറിവാനിടയാകും. ആ ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിലവിളിക്കുമ്പോൾ, ഭൂമിയുടെ അറ്റത്തുനിന്ന് എവിടെ നിന്നായിരുന്നാലും പ്രാർത്ഥിക്കുന്ന തൻ്റെ ഭക്തൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. എസ്തേറിന്റെ പുസ്തകത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട്. മൊർദെഖായിയുടെ പട്ടണത്തിൻ്റെ നടുവിൽ അവൻ എന്ത് ചെയ്തു? തലയിൽ ചാരം വാരിയിട്ട് അത്യുച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞു. ഇന്ന് പകൽവേള ആര് കരയാൻ തയ്യാറാകും? ആര് നിലവിളിക്കാൻ തയ്യാറാകും? കൈപ്പോടെ കരയുന്ന തൻ്റെ ഭക്തന് വേണ്ടി. ഹല്ലേലൂയ. മൊർദെഖായിയുടെ വിഷയമായിരുന്നില്ല ദൈവം മൊർദെഖായി കൈപ്പോടെ പ്രാർത്ഥിച്ചത് തൻ്റെ ജനത്തിനുണ്ടാകാൻ പോകുന്ന അക്കൂട്ടത്തിൽ തനിക്കും ഉണ്ടാകാൻ പോകുന്ന നഷ്ടം. സ്തോത്രം. അതിനേക്കാളുപരി തൻ്റെ ജനത്തിനുണ്ടാകാൻ പോകുന്ന നാശം, സംഭവിച്ചേക്കാവുന്ന നാശത്തെ കണ്ടുകൊണ്ട് എന്ത് ചെയ്തു? പട്ടണത്തിൻ്റെ നടുവിൽ ചെന്നിരുന്ന്, വീട്ടിൻ്റെ ഉള്ളറയിലിരുന്നല്ല, സ്തോത്രം, അല്ല പട്ടണത്തിൻ്റെ നടുവിൽ ചെന്നിരുന്ന് ചാരത്തിലിരുന്ന് അത് വാരി വിതറി കൈപ്പോടെ ദൈവം നിലവിളിച്ചു. പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ലജ്ജ തോന്നല്ലേ? നിലവിളിക്കുന്ന കാര്യത്തിൽ ലജ്ജ തോന്നല്ലേ? സ്തോത്രം. ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിക്കുന്ന ഒരുവനും മനുഷ്യന്റെ മുമ്പിൽ നിലവിളിക്കേണ്ടതായി വന്നിട്ടില്ല. ദൈവത്തിന്റെ മുമ്പിൽ കൈനീട്ടുന്ന ഒരുവനും മനുഷ്യന്റെ മുമ്പിൽ കൈനീട്ടുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല, അവൻ അനുവദിക്കുകയുമില്ല. ഇന്ന് പകൽവേള എത്ര പേര് ദൈവത്തിന് മുമ്പിൽ കൈനീട്ടാൻ തയ്യാറുണ്ട്?
ഇന്ന് എത്ര പേര് ദൈവത്തിന് മുമ്പ് നിലവിളിക്കാൻ തയ്യാറുണ്ട്? നമ്മുടെ വിഷയങ്ങളിൽ ഇടപെടുന്ന, നമ്മുടെ പ്രശ്നങ്ങളുടെ മേൽ ഇടപെടുന്ന, നമ്മുടെ പ്രതിസന്ധികളുടെ മേൽ ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യമുണ്ട്. ഈ ദിവസങ്ങൾ നമുക്ക് കരയാം, ദൈവത്തോടെ നിലവിളിക്കാം, നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കട്ടെ. സ്തോത്രം. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ, സ്തോത്രം, ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്നോട് നിലവിളിക്കും. നമ്മുടെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ, നമ്മുടെ ഹൃദയം തളർന്നു പോകുമ്പോൾ, ദൈവമുഖത്തേക്ക് നോക്കി കരയുവാൻ, ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിപ്പാൻ ഏറ്റവും നല്ല സ്ഥാനം, സ്തോത്രം, ഒരു ദൈവഭക്തന് പ്രാർത്ഥിപ്പാൻ ഏറ്റവും പറ്റിയിടം ദൈവത്തിൻ്റെ സന്നിധിയാണ്. കൈപ്പോടെ കരയാം, സ്തോത്ര, ആവശ്യഭാരത്തോടെ നമുക്ക് കരയാം. പ്രാരംഭമായി ഞാൻ ഓർപ്പിച്ചതുപോലെ എത്ര മാനുഷിക കേന്ദ്രങ്ങളും എത്ര അന്ധകാരത്തിൻ്റെ ശക്തികളും ഒരുമിച്ച് പ്രവർത്തിച്ചാലും പ്രാർത്ഥിക്കുന്ന തൻ്റെ ഭക്തനെ, നിലവിളിക്കുന്ന തൻ്റെ ഭക്തയെ ജയിക്കുവാൻ അവയ്ക്ക് കഴിയില്ല, അതിൻ്റെ ശക്തികൾക്ക് കഴിയുകയില്ല. ഈ ദിവസങ്ങൾ ദൈവമക്കൾ അനുഭവിച്ചറിയട്ടെ. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം കൂടെ നമ്മെ തന്നെ സമർപ്പിക്കട്ടെ. അത് ആ ക്രൂശിലേക്ക് രാവിലെ സമയം നമ്മുടെ കണ്ണുകളെ ഓടിക്കാം. ആ ഗത്സമന മുതൽ, സ്തോത്രം, ഗോൽഗോത്ത വരെ, സ്തോത്രം, ആ നടന്നുപോയ ആ സ്തോത്രം പാദങ്ങൾ, ആ യാത്ര, നമുക്ക് വേണ്ടി ഏൽക്കപ്പെട്ട അടികൾ, നമുക്ക് വേണ്ടി ഏൽക്കപ്പെട്ട നിന്ദകൾ, നമുക്ക് വേണ്ടി ഏൽക്കപ്പെട്ട പരിഹാസങ്ങൾ, നമ്മുടെ ഹൃദയ കണ്ണുകൾ ഉയർത്തി നമുക്കൊന്ന് നോക്കുവാനിടയാകട്ടെ. ആ ക്രൂശിലേക്ക് ഇന്ന് പകൽവേള നമ്മുടെ കണ്ണുകളെ പായിക്കാം. കൂടെ ഉണ്ടായിരുന്നവരൊക്കെ മാറിപ്പോയി. സ്തോത്രം. നന്മ അനുഭവിച്ചവരും വിടുതൽ അനുഭവിച്ചവരെല്ലാം മാറിപ്പോയി. സ്തോത്രം. ഒറ്റയ്ക്ക് ആ ക്രൂശിൽ കിടന്നുകൊണ്ട്, സ്തോത്രം, ഹല്ലേലൂയ, നിലവിളിക്ക് കഴിയുമെങ്കിൽ നമ്മെ വീണ്ടെടുപ്പാൻ ഗെത്സമനെ ഇരുന്നാൻ ദൈവത്തോട് നിലവിളിക്കുന്ന പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. കഴിയുമെങ്കിൽ പിതാവേ, ഈ പാനപാത്രമെങ്കിലും നീക്കണം. സ്തോത്രം. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം തന്നെ നിറവേറണം. എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം തന്നെ നിറവേറണം. ഇന്ന് പകൽവേള നമുക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ആ കർത്താവിൻ്റെ ക്രൂശിലേക്ക്, ആ കർത്താവിലേക്ക് നമ്മുടെ കണ്ണുകളെ ഒന്ന് പായിക്കാം. സ്തോത്രം, സ്തോത്രം. എൻ്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണം, എൻ്റെ മുതുകുഴവ് ചാല് പോലെ കയറി. സ്തോത്രം. ഒരു ഉഴവ് ചാലിൽ കൂടെ എങ്ങനെ വെള്ളം ഒഴുകുന്നുവോ അതുപോലെ യേശു കർത്താവിൻ്റെ രക്തം തൻ്റെ ആ മുറിവിൽ കൂടെ ഒഴുകുവാൻ ഇടയായി. എന്നെ നിങ്ങളെ വീണ്ടെടുപ്പാൻ, പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ, ശാപത്തിൽ നിന്ന് വീണ്ടെടുപ്പാൻ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ആ ദൈവസ്നേഹത്തെ ഒന്നുകൂടെ ഓർക്കുവാൻ ഇടയാകട്ടെ. ഹാലേലൂയ. നമ്മെ തന്നെ ദൈവകരങ്ങളൊന്ന് സമർപ്പിക്കാം. സ്തോത്രം, സ്തോത്രം. കർത്താവിൻ്റെ മേശയുടെ മുമ്പാകെ നാം അടുത്ത് വരികയാണ്. നമ്മെ ദൈവം ഒന്നുകൂടെ ശുദ്ധീകരിക്കേണ്ടതിനായി, ഒന്നുകൂടെ കഴുകേണ്ടതിനായി നമ്മുടെ ദൈവത്തോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിപ്പെടയാകട്ടെ. ഈ മേശ അനുഗ്രഹത്തിൻ്റെ മേശയാണ്. സ്തോത്രം. ഭക്തിയോടും ഭയത്തോടും ഏകാഗ്രതയോടും, സ്തോത്രം, ഈ മേശമേൽ സംബന്ധിക്കുന്ന ഏതൊരു ദൈവവൈദ്യരും ഇത് അനുഗ്രഹത്തിൻ്റെ മേശയാണ്. അല്ല, എങ്ങനെയെങ്കിലും ജീവിച്ച്, സ്തോത്രം, എങ്ങനെയെങ്കിലും ആയിത്തീർന്ന ശേഷം ഇതുമേൽ കൈനീട്ടിയാൽ അനുഗ്രഹത്തിന് പകരം ശാപമായി തീരും. സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ഓർത്തുകൊണ്ട് ദൈവകരങ്ങൾ നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥനയുടെ സൗരന്മാർ, പാട്ടുപാടുന്ന സൗരന്മാർ ദയവായി മുൻപോട്ട് കടന്നു വരാം. കർത്താവിൻ്റെ ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നമുക്കായിരിക്കാനിടയാകട്ടെ. നമ്മെ തന്നെ ഒരു നിമിഷം കൂടെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഒരു നിമിഷം നമ്മെ തന്നെ